ഹലോ ഗായ്സ്. അപ്പം ഗ്യാനന്ത്യ ലേണിംഗ് അക്കാഡമിയുടെ ക്രിസ്മസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ആക്ച്വലി ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പം ഭയങ്കര ഈസി പേപ്പറായിരുന്നു. +1 ആക്ച്വലി ഭയങ്കര ഈസി പേപ്പറായിരുന്നു. ടഫ് ക്വസ്റ്റ്യൻസ് ഇല്ലെന്നല്ല, ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഓപ്ഷൻസ് ചൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്കത് എലിമിനേറ്റ് ചെയ്ത് ഈസി ക്വസ്റ്റ്യൻ ചെയ്യാം. മെജോറിറ്റിയും 90% ഈസി ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചേക്കുന്നത്. ഭയങ്കര അത്യാവശ്യം ഒന്ന് പഠിച്ച് വായിച്ച് പോയവർക്ക് എഴുതാൻ പറ്റുന്ന നല്ല പേപ്പറായിരുന്നു ഈ വർഷത്തെ ക്രിസ്മസ് പേപ്പറിന് സെക്കൻഡ് ടൈം ചോദിച്ചത്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം ക്വസ്റ്റ്യൻസ്. ഇതാണ് ക്വസ്റ്റ്യൻ പേപ്പർ, നിങ്ങൾ കണ്ടാണല്ലോ ക്രിസ്മസ് പേപ്പർ ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഫസ്റ്റ് പേജ്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പം ക്വസ്റ്റ്യൻസ് നമ്മൾ കൈ കിട്ടി നമ്മൾ മറച്ചു നോക്കുന്നതിന് മൂടി തന്നെ നമുക്ക് നോക്കാം. അപ്പോൾ 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ 5 ക്വസ്റ്റ്യൻസ് നമ്മൾ എഴുതണം. ഈ 7 എണ്ണത്തിൽ 5 എണ്ണം എഴുതണം. അത് 1 മാർക്ക് വെച്ച് എടുക്കണം. നമുക്ക് ഉത്തരം ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് എങ്ങനെ ഇത് സെലക്ട് ചെയ്യാം, എങ്ങനെ ഇത് സെലക്ട് ചെയ്യാന്നുള്ള രീതി നമുക്ക് നോക്കാം. SI യൂണിറ്റ് ഓഫ് ഫിൽട്ടറിംഗ് കറണ്ട് അറിയാം, ആംബിയർ എല്ലാവരും അത് നമ്മൾ ഇതെഴുതും. അറ്റ് വാട്ട് ടെമ്പറേച്ചർ വാട്ടർ ഹാസ് മാക്സിമം ഡെൻസിറ്റി അറിയണം. ഇത് അറിഞ്ഞിരിക്കണം. ഇത് അറിഞ്ഞവർക്ക് എഴുതാൻ ഇച്ചിരി ടഫാണെങ്കിൽ ഇത് അറിഞ്ഞിരിക്കണം. ഇതൊരു ബേസിക് +1 പഠിക്കുന്ന കുട്ടിക്ക് അറിഞ്ഞിരിക്കുന്ന ഉത്തരവാണിത്. അത് എഴുതി കാണും. റൊട്ടേഷൻ അലോഗ് ഓഫ് ഫോഴ്സ് ഇൻ ലീനിയർ മൊമെൻറ്റം, സിമ്പിൾ ക്വസ്റ്റ്യൻ, അതും കിട്ടും. ഫ്രീലി ഫോളിംഗ് ഫ്ലൂയിഡ് വെലോസിറ്റി ആൻഡ് ഗ്രാഫ് അത്ര ഹാൻഡി അല്ലാത്തവർക്ക് ഇത് കിട്ടത്തില്ല. ഗ്രാഫ് അത്ര ഈസി ആയിട്ട് മൈൻഡിൽ ആ ഒരു ലോജിക്ക് ഇല്ലാത്തവർക്ക് ഇത് കിട്ടത്തില്ല. ഇതൊരു ഓക്കെ നിൽക്കാം. 2 വെക്ടർ A and B are acting at angle theta, magnitude of the resultant vector. ഇക്വേഷൻ അറിയാം, സിമ്പിൾ ഇക്വേഷൻ എഴുതിച്ചാൽ മതി. kWh ഇതുപോലെ ക്വസ്റ്റ്യൻ ആണ്. ആ ഒരു ഇതുകൊണ്ടാണ് നമുക്ക് ആ ഒരു കൺവേർഷൻ ഉണ്ടല്ലോ, kWh ജൂളികൾ കൺവേർഷൻ അറിയില്ലെങ്കിൽ ഇത് വെള്ളം കുടിക്കും. എല്ലാവർക്കും 1 kWh 746 എന്ന് പറഞ്ഞ ഒരു വാട്ട് ഇത് മാത്രമേ അറിയത്തുള്ളൂ. ജൂളിലേക്ക് കൺവേർഷൻ അറിയത്തില്ലെങ്കിൽ അത് വെള്ളം കുടിക്കും. ആയിരിക്കട്ടെ. പിന്നെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഡ്യൂ ടു ഹോളോസ്ഫെറിക്കൽ ഷെൽ ഓഫ് യൂണിഫോം ഡൈവേഴ്സിറ്റി, ഇതൊരു വലിയൊരു എന്തോ ഒരു ടഫാണെന്ന് തോന്നിക്കുന്നുണ്ട്. പക്ഷെ ഉത്തരം ഭയങ്കര സിമ്പിളാണ്. ഇതും കിട്ടാം. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഇതായിരിക്കും പാട്, ചിലപ്പോൾ ഇതായിരിക്കും പാട്. ഞാൻ ഇതും ടഫായിട്ട് എടുക്കുന്നു. ബാക്കി ഓൾമോസ്റ്റ് കിട്ടും. 7ൽ 5 മാർക്കും അടിക്കാം. ഈ 1 മാർക്ക് വെച്ച് 5 മാർക്ക് അടിക്കാം. സിമ്പിൾ ഫസ്റ്റ് പേജാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ നമുക്ക് കോൺഫിഡൻസ് കൂടും. അപ്പോൾ നമ്മൾ സെക്കൻഡ് പേജ് മറിയും. സെക്കൻഡ് പേജ് മറിക്കുമ്പോൾ സംഭവിക്കുന്നത് വെച്ചാൽ അടുത്ത സെക്ഷൻ വരും. അടുത്ത സെക്ഷനിൽ എന്തൊക്കെയാണ് 2 മാർക്ക് സെക്ഷൻ എത്തി. 2 മാർക്ക് സെക്ഷനകത്ത് നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഇത് ചുമ്മാ എണ്ണിക്കൂട്ടിയൊക്കെ അറിയാമെങ്കിൽ അത് എഴുതി വെക്കാം. ഇതും യൂണിറ്റ് ഡയമെൻഷൻ ഇല്ലാത്ത എഴുതാം. ബോയിലിംഗ് പോയിന്റ് ഓഫ് ലിക്വിഡ് പ്രഷർ കൂടുമ്പോൾ എന്താ, ആദ്യം സിമ്പിൾ ക്വസ്റ്റ്യനാണ്, ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ. അപ്പോൾ 2 ക്വസ്റ്റ്യൻ കിട്ടിയേ. റൈറ്റ് 5 ക്വസ്റ്റ്യൻ എണ്ണം കിട്ടിയേ. ട്രയാങ്കിൾ മെത്തേഡ് വെട്രേഷൻ അതും സിമ്പിൾ ക്വസ്റ്റ്യനാണ്. 3 എണ്ണമായേ. അപ്പോൾ എത്ര 3 × 2 6 മാർക്കായി. 6 5 എത്ര 11 മാർക്ക് ഏകദേശമായി. പ്രഷർ ഓഫ് എ സിമ്മർ ഓൺ എ സിമ്മർ 10 മീറ്റർ ഒരു പ്രഷറിൻ്റെ ക്വസ്റ്റ്യൻ ആണ് പറഞ്ഞേക്കുന്നത്. സിമ്പിൾ അറ്റ്മോസ്ഫിയർ പ്രഷറിൻ്റെ ഇക്വേഷൻ ആണ് ചെയ്യാൻ അറിയാമെങ്കിൽ അത് കിട്ടും. അത്യാവശ്യം പ്രഷറിൻ്റെ ചാപ്റ്റർ പഠിച്ചിട്ടുള്ളവർക്ക് ഫോഴ്സ് പ്രഷറിൻ്റെയൊക്കെ ആവശ്യം ഇത് കിട്ടേണ്ടതാണ്. പ്രിൻസിപ്പിൾ ഓഫ് മൊമെൻറ്റ്സ്, കണ്ടീഷൻ ഫോർ മെക്കാനിക്കൽ ക്യൂറി ഓഫ് ദ റിജിഡ് ബോഡി, ആ ചാപ്റ്റർ മൊമെൻറ്റത്തിൻ്റെ ഒരു ഇച്ചിരി കൂടെ ഒരു പൊടിക്ക് ആ തിയറിയിലേക്ക് പോയവർക്ക് ഇത് കിട്ടും. ഞാൻ ഇത് ഓക്കെ നിർത്തിയേക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, എ ലൈറ്റ് ബോഡി ആൻഡ് ഹെവി ബോഡി ഹാവിങ് ദ സെയിം മൊമെൻറ്റം വിച്ച് വൺ ഹാസ് ഹൈ കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി മൊമെൻറ്റും തമ്മിലുള്ള റിലേഷൻ അറിഞ്ഞവർക്ക് മാത്രം ചെയ്യേണ്ട ക്വസ്റ്റ്യൻ. ഇത് സിമ്പിളാണ്, എന്നാലും ഒരു ഹാഫ് മൂഡ് ഇട്ടേക്കാം. ഇതൊരു ഇങ്ങനെ ഇട്ടേക്കാം. പക്ഷേ ഇത് നല്ല ക്വസ്റ്റ്യൻ ആണ്, ഗുഡ് ക്വസ്റ്റ്യൻ ആണ്. ഇത് വന്നതിൽ ഏറ്റവും നല്ല ക്വസ്റ്റ്യൻ ഇതാണ്. കൈനറ്റിക് എനർജി മൊമെൻറ്റും തമ്മിലുള്ള റിലേഷൻ അറിയാൻ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ് 13th ക്വസ്റ്റ്യൻ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഈ സെക്ഷനിൽ എ ഷെൽ ഓഫ് മാസ് കിലോ, ഒരു മാസിൻ്റെത് ഒരു ഗണ്ണ് ഫയർ ചെയ്തു, അതിന് മസിൽ സ്പീഡ് എത്രയാണ്, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ. റീക്വൽ ഓഫ് സ്പീഡിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താ, കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ P= mv എന്നുള്ള കൺസെപ്റ്റ്, ആ കൺസെപ്റ്റ് അറിയുന്നവർക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ. ഈ 2 ക്വസ്റ്റ്യൻ നല്ല ക്വസ്റ്റ്യനാണ്. ഒരു 4 ക്വസ്റ്റ്യൻ പുഷ്പം പോലെ ശരിയാവും. പക്ഷേ ബാക്കി ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ പിക്ക് ചെയ്യേണ്ടി വരും. ഒരു ക്വസ്റ്റ്യൻ പിക്ക് ചെയ്യേണ്ടി വരും. അത് നമ്മൾ അറിയുന്നു. ഇതിനകത്ത് ഏതെങ്കിലും ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയാതിരിക്കില്ല, 90% അറിയാതിരിക്കത്തില്ല. അപ്പോൾ നമ്മൾ ഇത് കൈനറ്റിക് എനർജി മൊമെൻറ്റം തമ്മിലുള്ള റിലേഷൻ അറിഞ്ഞിരിക്കണം. അതിൻ്റെ മൊമെൻറ്റം ഇത് മൊമെൻറ്റത്തിൻ്റെ കൺസെപ്റ്റ് ഉണ്ട്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റത്തിൻ്റെ കൺസെപ്റ്റ് അറിയാമെങ്കിൽ ഇതും കിട്ടും. അപ്പോൾ ഇതും അത്യാവശ്യം ഓക്കെയാണ്, 90% കിട്ടും. അടുത്ത സെക്ഷനിൽ നോക്കാം. അടുത്ത 3 മാർക്കിൻ്റെ സെക്ഷനിലേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ്റെ ബോഡിയുടെ യൂണിഫോം സർക്കുലർ മോഷനിലുള്ള ഇക്വേഷൻ, അത് ആ ഡയഗ്രാം വഴിച്ച് ഇക്വേഷൻ നമുക്ക് അറിയായിരിക്കും. ഡെറിവേഷൻ എന്ന് പറയുമ്പോൾ കുറച്ച് ചേഞ്ചും എടുത്തെഴുതുന്ന ഒരു ആംഗുലർ സംഭവങ്ങളൊക്കെ വരും. അത് ചെയ്ത് പഠിച്ചവർക്ക് ഈ 3 മാർക്ക് ഓക്കെയാണ്, പഠിച്ചവർക്ക് ഓക്കെയാണ്. അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ അറിയാമെങ്കിൽ ഡയഗ്രാം ഉണ്ടെങ്കിൽ ഹാഫ് മാർക്ക് അടിക്കാൻ പറ്റും. 3 പഠിച്ചവർക്ക് ഫുൾ മാർക്ക് അല്ലെങ്കിൽ ഹാഫ് മാർക്ക് അടിക്കും. ഇത് അറ്റൻഡ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. അടുത്ത വെലോസിറ്റി ഡയഗ്രാഫ്. ഈ ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻസ് ഒരിക്കലും മിസ്സാക്കുന്ന ചാപ്റ്ററിൽ പറഞ്ഞാണ്. ഈ ഒരു ചാപ്റ്ററിൽ എഴുതുന്ന ക്വസ്റ്റ്യൻ വരുന്നത് 100% അറ്റൻഡ് ചെയ്തേക്കാം. ഇത് നീറ്റാണെങ്കിലും നമ്മളെ മോഡൽ എക്സാമിനാണെങ്കിലും മെയിൻ എക്സാമിനാണെങ്കിലും ഈ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ മിസ്സാക്കരുത്. ഇത് എഴുതി കാണുന്നത് ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇത് അറ്റംപ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ.
അടുത്ത ഈ മൂന്നാമത്തെ മാർക്കിൻ്റെ അടുത്ത സെക്ഷനിൽ വരുമ്പോൾ ലോ ഓഫ് ഇനേർഷ്യ നമ്മളത് എഴുതിയേ പറ്റത്തുള്ളൂ. കാരണം അത് ഫോഴ്സിൻ്റെ ഇക്വേഷനാണ്. എഫ് ഈസ് എം ജിയുടെ ഇക്വേഷൻ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ്, അതും കിട്ടണം. ഇത് രണ്ടാമത്തത്, ഇത് ആ ചാപ്റ്ററിലേക്ക് ആംഗുലർ മൊമെൻറ്റ്, കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റ് ലോ നമ്മൾ എഴുതുമായിരിക്കും. പക്ഷേ ടോർക്കിൻ്റെ ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ റിലേഷൻ അറിയാമെങ്കിൽ മാത്രം ഇത് അറ്റംപ്റ്റ് ചെയ്യുക. ഇതാണ് ലോ ഓഫ് കൺസർവേഷൻ മൊമെൻറ്റത്തിൻ്റെ, ഇത് നമുക്ക് അറിയായിരിക്കും. ഈ റിലേഷൻ ടോർക്കും ആംഗുലർ മൊമെൻറ്റും തമ്മിലുള്ള റിലേഷൻ അറിയാമെങ്കിൽ മാത്രം അറ്റംപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് ഒരു മണ്ടൻ തീരുമാനമായിരിക്കും. അടുത്തത്, ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. എസ്കേപ്പ് വെലോസിറ്റി ഓഫ് ദ പ്ലാനറ്റ് അതിൻ്റെ എക്സ്പ്രഷൻ കണ്ടുപിടിക്കുക. ഇത് പഠിച്ചാൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു മീഡിയം ടഫാണ്, മീഡിയം ടഫാണ്. മൂണിൻ്റെത് എസ്കേപ്പ് വെലോസിറ്റി അറിഞ്ഞിരിക്കുകയാണ്. കാരണം നമുക്ക് ചിലപ്പോൾ എർത്തിൻ്റെ എസ്കേപ്പ് വെലോസിറ്റി അറിയായിരിക്കും, 1.18 km/s അറിയായിരിക്കും. മൂണിൻ്റെ അറിയാം എന്നുള്ളവർക്ക് എഴുതാം. ഇതൊരു ടഫ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എഴുതണം. ഇത് ഇച്ചിരി ടഫ് ക്വസ്റ്റ്യൻ ആണ്. ഇതും ടഫ് ക്വസ്റ്റ്യൻ ആണ്. കാര്യം അറിഞ്ഞാൽ മാത്രം ചെയ്യാം. ഇത് ഇക്വേഷൻ ഉണ്ട്, ആ ഒരു ഇക്വേഷൻ അറിഞ്ഞാൽ മാത്രം ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇത് മോണോ അറ്റോമിക്കിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് 17 പോയിന്റ് ഒരു മൂന്ന് മാർക്കിൻ്റെ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ എന്താ സംഭവിച്ചത്? ഒരു 3 ക്വസ്റ്റ്യൻ എളുപ്പമുണ്ട്, 2 പിക്ക് ചെയ്യുന്നത് ടഫാണ്. 5 നമ്മൾ പിക്ക് ചെയ്യുന്നതിൽ നിന്ന് 3 നല്ല എളുപ്പമുള്ളതായിരുന്നു. ഓക്കെ, 2 ടഫ് ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് ഡിസ്കസ് ചെയ്യാം. അടുത്ത ഡിറൈവ് ആൻ ഇക്വേഷൻ ഫോർ പൊട്ടൻഷ്യൽ ഓഫ് സ്ട്രെച്ച് സ്ട്രിങ്. അത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് നല്ലൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇതും ഇത്തിരി വലിയൊരു ക്വസ്റ്റ്യൻ ഒക്കെ തോന്നുമെങ്കിൽ ഭയങ്കര പൊന്നെ പോലത്തെ ഭയങ്കര പാവം ക്വസ്റ്റ്യൻ ആണ് ഈ ക്വസ്റ്റ്യൻ. ഇത് നല്ല സിമ്പിൾ ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻ ആണ്. ഭയങ്കര നിസ്സാരമായിട്ട് ഇച്ചിരി എഴുതിയിട്ട് ഒന്ന് ഇക്വേഷൻ എഴുതി നോക്കിയാൽ കിട്ടുന്നു എന്ന് അറിയാവുന്ന കാര്യം ഒന്ന് എഴുതി നോക്കിയാൽ തെളിഞ്ഞു വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അഞ്ചാമത് ടോർസെല്ലിലോ ദ സ്പീഡ് ഓഫ് എന്തോ ടോർസെല്ലി വലിയ പേര്, സ്പീഡ് ഓഫ് റിഫ്ലക്സ് ഓഫ് ലിക്വിഡ് ഇസ് ഐഡന്റിക്കൽ ടു കാര്യം. ഒരു ബേസിക് സിമ്പിൾ ലോജിക് കൺസെപ്റ്റ്, അല്ലെങ്കിൽ ആ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് വായിക്കുന്ന സെൻറ്റൻസ് വായിച്ച് പോയിട്ടുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ കിട്ടും, ഈ ഒരു മാർക്ക് കിട്ടും. സ്റ്റോക്സ് ലോ ഡിറൈവ് ഇക്വേഷൻ യൂസിങ് സ്റ്റോക്ക് ലോ ഡിറൈവ് ഇക്വേഷൻ കോഎഫിഷ്യന്റ് വിസ്കോസിറ്റി. ഇത് കാര്യമാണ്. സ്റ്റോക്സ് ലോ അറിഞ്ഞാൽ പോരാ, സ്റ്റോക്സ് ലോ വെച്ചിട്ട് സ്റ്റോക്സ് ലോ തന്നെ ഒരു വലിയൊരു 6 എന്ന് പറഞ്ഞ വലിയൊരു കാണാൻ അത്ര രസം സുഖമില്ലാത്തൊരു ഇക്വേഷനാണ്. ആ ഇക്വേഷനിൽ നിന്ന് ഈ കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി കണ്ടുപിടിക്കണം. അറിഞ്ഞവർക്കൊന്നും ചെയ്യാൻ പറ്റും. ഈ 3 മാർക്കും കൂടെ. അപ്പോൾ ഈ 25 മാർക്കിൻ്റെത് ആലോചിച്ച് എടുത്താൽ മാത്രം മതി. 100% അറിയുന്നതിന് മാത്രം അറ്റൻഡ് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ അത്. അടുത്ത 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പം 5 മാർക്ക് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തതിന് 3 ചെയ്യേണ്ടത്. 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾ പിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതിനകത്ത് എത്ര 1, 2, 3, 4 ക്വസ്റ്റ്യനിൽ ഒരെണ്ണം മൊത്തം എലിമിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് നോക്കാം. പൊളിറ്റിക്കൽ മോഷൻ പഠിച്ചു പോയി കാണും. ഇത് മസ്റ്റായിട്ട് അറ്റംപ്റ്റ് ചെയ്യണം. പൊളിറ്റിക്കൽ മോഷൻ്റെ ക്വസ്റ്റ്യൻ വിടരുത്. പൊളിറ്റിക്കൽ മോഷൻ്റെ കൺസെപ്റ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, അത് വിടാൻ പാടില്ല. അത് നമ്മൾ എഴുതിയിരിക്കണം. ഈ ക്വസ്റ്റ്യൻ ഒരു ക്വസ്റ്റ്യൻ ഓക്കെ, ഒന്നും ഓക്കെ. രണ്ടാമത് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ ഹെൽപ്പ് ഓഫ് ഡയഗ്രാം വർക്കിംഗ് ഹൈഡ്രോളിക്സ് എന്നുള്ള ക്വസ്റ്റ്യൻ, അതും മസ്റ്റായിട്ട് എഴുതണം. പിന്നെ ആ ഇക്വേഷൻ വെച്ച് തന്നെ ചെയ്യുന്ന പ്രോബ്ലമാണിത്, അതും ചെയ്യണം. 3 മാർക്ക്. അതിപ്പോൾ രണ്ട് ക്വസ്റ്റ്യനായി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇനി ലാസ്റ്റത്തെ ഒരു ക്വസ്റ്റ്യൻ പിക്ക് ചെയ്യണം. ഡിറൈവ് ഇക്വേഷൻ ഫോർ ആക്സേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ഹൈറ്റ് എച്ച് ഫ്രം സർഫസ് ഓഫ് ദ എർത്ത്. ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സാറ്റേൺ ഇയർ. ഇത് കെപ്ലർ തേർഡ് ലോ ഓഫ് പ്ലാനറ്ററി മോഷൻ്റെ കൺസെപ്റ്റ് അറിയാമെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. ഇത് അറിയുന്നവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നിൽക്കട്ടെ, ഒരു ഹാഫ് മൈൻഡ് നിൽക്കാം. 29 ഡിറൈവ് ഇക്വേഷൻ്റെ ബന്ധം മാക്സിമം സ്പീഡ് ഓഫ് വെഹിക്കിൾ ലെവൽ സർക്കുലർ റോഡ്. ഇത് നമ്മൾ പഠിച്ച് പോയവർക്ക് മാത്രം ചെയ്യാം. ഡെറിവേഷൻ ആ ഡയഗ്രാം ഒക്കെ വരച്ച് ഡെറിവ് ചെയ്യാൻ അറിയുന്ന ആൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്നൊരു കൺസെപ്റ്റാണ് ഈ ക്വസ്റ്റ്യൻ. എയർക്രാഫ്റ്റ് എസ് കോഡ്സ് ഓർസണൽ ലോ പോയിട്ട് ഇത് ഞാൻ ഇത് രണ്ടും നോക്കുന്നെങ്കിൽ ഇതേ എടുക്കത്തുള്ളൂ. ഇത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇത് എഴുതുക, ചെയ്യുന്നത് ചെയ്യുക, കോൺഫിഡൻസ് ഉള്ളത് നോക്കി പിക്ക് ചെയ്യുക. പക്ഷേ 3-2 ക്വസ്റ്റ്യൻ പക്കയായിട്ട് കിട്ടും. നമ്മൾ ചാപ്റ്റർ നല്ല രീതിയിൽ കവർ ചെയ്ത് പഠിപ്പിച്ച ക്വസ്റ്റ്യൻസ് ആണ്, നല്ല രീതിയിൽ കിട്ടുന്ന ക്വസ്റ്റ്യൻസാണ്. പിന്നെ ഈ കാര്യങ്ങൾ ഡിസ്കഷനിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ ആക്ച്വലി സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എല്ലാ പാർട്ടിയിൽ നിന്നും ആദ്യത്തെ 1 മാർക്ക് 2 മാർക്കിനകത്ത് 90% അല്ലെങ്കിൽ 100% മാർക്ക് തന്നെ അതിൽ ആ സെക്ഷൻ അടിക്കാൻ പറ്റും. പക്ഷേ 3 മാർക്ക് 5 മാർക്കിലേക്ക് വരുമ്പോൾ എന്താണ് 3 മാർക്ക് 5 മാർക്കിലേക്ക് വരുമ്പോൾ എന്താണ് 3 മാർക്ക് സെക്ഷനിൽ 5-ൽ 4 ക്വസ്റ്റ്യൻ നമുക്ക് അറിയാവുന്ന സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ബാക്കിയുള്ള ഒരു ഹാഫ് മാർക്ക് അറിയാത്തവർക്ക് ഹാഫ് മാർക്ക് അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ഫുൾ മാർക്ക് അടിക്കാൻ പറ്റും. 5 മാർക്ക് സെക്ഷനിലേക്ക് വരുമ്പോൾ എന്താ 4 2 പക്ക ഓക്കെ. പക്ഷേ സിമ്പിൾ പോർഷൻ ഞാൻ ചോദിച്ചേക്കുന്നത് ഒരെണ്ണമാണ് ഒത്തിരി കൺസെപ്റ്റ് കയറ്റി ഡെറിവേഷൻ പോലെ എഴുതാൻ ചോദിച്ചേക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ആൻസർ ഡിസ്കഷനിലേക്ക് നടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഇവിടെ പറഞ്ഞു പോകാം. എസ് യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ഈസ് എന്താണ്? ആംബിയർ. ഇനി ഈ ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്ക് എന്താ ഫൈനൽ എക്സാമിലേക്ക് വരുമ്പോൾ ഇലക്ട്രിക് കറണ്ട് പഠിച്ച കണക്ക് വോൾട്ടേജിൻ്റെ യൂണിറ്റ് പഠിക്കണം, റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് പഠിക്കണം. ഇതൊക്കെ ചോദിക്കാം. റെസിസ്റ്റൻസ് ഒക്കെ പ്രോബിൾ ക്വസ്റ്റ്യൻ ആണ്. വോൾട്ടേജ് ചോദിക്കാം. ഓംസ് ലോ എന്നൊരു ക്വസ്റ്റ്യൻ വരാം. പിന്നെ ഇലക്ട്രിക് കറണ്ടിൻ്റെ ഡയമെൻഷൻ ഫോർമുല നോക്കുക, ഡയമെൻഷൻ ഫോർമുല പഠിക്കുക.
ഡെഫിനിഷൻ ഫോമിൽ പഠിക്കുക. പിന്നെ ഇലക്ട്രിക് കറണ്ട് വേറെ ഓർക്കേണ്ടതെന്ന് വെച്ചാൽ സ്കെയിലർ വെക്ടർ കൊണ്ടുവന്നൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, എന്താണ് മാഗ്നിറ്റ്യൂഡ് ഡയറക്ഷൻ ഉള്ളത് വെക്ടറാണ്, മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ള സ്കെയിലർ പഠിച്ചത്. പക്ഷേ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷൻ ഉണ്ടായിട്ട് വെക്ടർ ആകാത്തൊരു സ്പെഷ്യൽ കേസാണ് ഇലക്ട്രിക് കറണ്ട്. അതുകൊണ്ട് ഓർത്തിരിക്കുക, അങ്ങനത്തെ കൺസെപ്റ്റ് ഓർത്തിരിക്കുക, ജസ്റ്റ് പ്രോബ്ലം ഏരിയ ഓർത്തിരിക്കുക. അടുത്തത്, അറ്റ് വാട്ട് ടെമ്പറേച്ചർ വാട്ടർ ഹാസ് മാക്സിമം ഡെൻസിറ്റി. വാട്ടറിന് മാക്സിമം ഡെൻസിറ്റി ഉള്ളത് ഏത് ടെമ്പറേച്ചറിലാണെന്ന്. എന്താണ് കൺസെപ്റ്റ് അത്? 4 ഡിഗ്രി സെൽഷ്യസ്. ഇറ്റ്സ് വെരി സിമ്പിൾ കൺസെപ്റ്റ്. എന്താണ് 4 ഡിഗ്രി സെൽഷ്യസ്? സാധാരണ പറഞ്ഞേക്കാം, സോളിഡ് ലിക്വിഡ്, രണ്ട് സ്റ്റേറ്റ്, സോളിഡ് ലിക്വിഡ്, ഏതിനായിരിക്കും മോർ ഡെൻസിറ്റി കൂടുതൽ? സോളിഡ് ആയിരിക്കും മോർ ഡെൻസർ. പക്ഷേ ഐസ് സോൾഡ് എന്നാൽ വാട്ടർ ഐസായി സോൾഡ് ആവുന്ന ഏത് ഡിഗ്രി സെൽഷ്യസില്ല? 0 ഡിഗ്രി സെൽഷ്യസിലാണ്. അപ്പോൾ സോളിഡിലാവണ്ടേ മാക്സിമം ഡെൻസിറ്റി വരേണ്ടത്? മാക്സിമം ഡെൻസിറ്റി വരേണ്ടത് 0 ഡിഗ്രി സെൽഷ്യസിലല്ലേ? കാരണം അത് സോളിഡ് സ്റ്റേറ്റ് ഐസ് ആവുന്നത്. ബട്ട് വൈ 4 ഡിഗ്രി സെൽഷ്യസിൽ? എന്താണ് ആ കൺസെപ്റ്റിൻ്റെ പേരാണ്? എന്താ ആ കൺസെപ്റ്റിൻ്റെ പേര്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് അനോമലസ് ബിഹേവിയർ ഓഫ് വാട്ടർ. അനോമലസ് ബിഹേവിയർ ഓഫ് വാട്ടർ. അനോമലസ് ബിഹേവിയർ ഓഫ് വാട്ടർ. അതിനകത്ത് എന്താ പറയുന്നത്? 4 ഡിഗ്രി സെൽഷ്യസിൽ എന്താ പ്രശ്നം? വാട്ടറിൻ്റെ ഇൻ്റർ മോളിക്കുലർ സ്ട്രക്ചറിൽ ഇത് 0 ഡിഗ്രി സെൽഷ്യസിലേക്ക് ആകുമ്പോൾ കുറച്ചുകൂടെ ടൈറ്റ് പാക്ക്ഡ് ആവും. 4 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് വാട്ടറിൻ്റെ ഇടയ്ക്കുള്ള മോളിക്കുലർ ലെവലിലുള്ള ഡിസ്റ്റൻസ് കൂടുന്നത്. ഇപ്പോൾ ഡെൻസിറ്റി 4 ഡിഗ്രി സെൽഷ്യസിൽ വാട്ടറിന് മാക്സിമം ആയിരിക്കും, 0 ഡിഗ്രി സെൽഷ്യസിനേക്കാളും. അതിനെ പറഞ്ഞ പേരാണ് അനോമലസ് ബിഹേവിയർ ഓഫ് വാട്ടർ. ആ ബിഹേവിയർ അറിഞ്ഞെടുക്കുക, ഈ സംഭവം കിട്ടും, ഈ ഒരു മാർക്ക് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, നെയിം ദ റൊട്ടേഷൻ അനലോഗ് ഓഫ് ദ ഫോഴ്സ് ലീനിയർ മൊമെൻറ്റം. ലീനിയർ മൊമെൻറ്റത്തിൽ നമ്മൾ ഫോഴ്സ് എന്ന് പറയുന്നത് ടോർക്ക് അങ്ങനെയുള്ള രീതിയിൽ പഠിക്കാറുണ്ട്. ലീനിയർ മൊമെൻറ്റം പോലെ അവിടെ ആംഗുലർ മൊമെൻറ്റം ഉണ്ട്, അത് ഓർത്തിരിക്കുക. ടോർക്കാണ് എൻ്റെ ഉത്തരം. എന്താണ് ടോർക്ക്? ഇപ്പോൾ ലീനിയർ മോഷനിൽ ലീനിയർ മൊമെൻറ്റം പോലെ അവിടെ എന്താ ഉള്ളത്? ആംഗുലർ മൊമെൻറ്റം ഉണ്ട്. ലീനിയർ മൊമെൻറ്റം പോലെ ആംഗുലാർ മൊമെൻറ്റം ഉണ്ട്. ഓക്കെ, ഡ്രോ ദ വെലോസിറ്റി ഡയഗ്രാം ഓഫ് എ ഫ്രീലി ഫാളിംഗ് ബോഡി. വരച്ച പറ്റുള്ളൂ, കാരണം നമ്മൾ 3 ഗ്രാഫ് പഠിച്ചു. വെലോസിറ്റി പോസിഷൻ ഡയഗ്രാഫ് പഠിച്ചിട്ടുണ്ട്, XT ഗ്രാഫ് പഠിച്ചിട്ടുണ്ട്, വെലോസിറ്റി ഡയഗ്രാഫ് പഠിച്ചിട്ടുണ്ട്, ആക്സലേഷൻ ഡയഗ്രാഫ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇത് ഫൈനൽ എക്സാമിലേക്ക് നമ്മൾ ഡയറക്ഷൻ കൂടിയാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞാൽ. എന്താ ശ്രദ്ധിക്കേണ്ടത്? അപ്പോൾ ഇതിന് 3ൻ്റെ എന്താണ്? ഫ്രീലി സ്റ്റേഷനറി അറ്റ് റെസ്റ്റിലുള്ള ബോഡിയുടെ മോഷൻ എങ്ങനെയായിരിക്കും ഇരിക്കുന്നത്, അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിലെ കോൺസ്റ്റൻറ്റ് സ്പീഡിലെ കോൺസ്റ്റൻറ്റ് ആക്സലേഷൻ പോകുന്ന ബോഡി എങ്ങനെയാണ് ഗ്രാഫ് ഇരിക്കേണ്ടത്, ഫ്രീലി ഫാളിംഗ് ബോഡിയുടെ ആക്സലേഷൻ ഇതിന് 3 ഗ്രാഫിൽ എങ്ങനെയായിരിക്കും എന്നുള്ള രീതി നമ്മൾ പഠിച്ചറിഞ്ഞിരിക്കണം. കാരണം അതൊരു 1 മാർക്ക് 2 മാർക്ക് ഉറപ്പിക്കാവുന്ന ക്വസ്റ്റ്യനാണ്. അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വന്നിരിക്കും. അപ്പോൾ അതറിഞ്ഞിരിക്കുക. ഈ 3 ഗ്രാഫുകൾ ജസ്റ്റ് നോക്കുക. ഇതിൻ്റെ സ്ലോപ്പ് ഏരിയ എന്തൊക്കെയാണ് ഡിനോട്ട് ചെയ്യുന്നത്, ഏരിയ എന്താണ്, അല്ലെങ്കിൽ സ്ലോപ്പ് എന്താണ് ഡിനോട്ട് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ കൺസെപ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. അത് 3 അറിഞ്ഞാൽ മതി. എന്തൊക്കെയാണ് ഈ 3 ഗ്രാഫിൻ്റെ ഏരിയ എന്താണ് ഡിനോട്ട് ചെയ്യുന്നത്, സ്ലോപ്പ് എന്താണ് ഡിനോട്ട് ചെയ്യുന്നത്, നമ്മൾ ക്ലാസ്സിൽ നല്ല രീതിയിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ് ഇങ്ങനെ ഡിനോട്ട് ചെയ്യുന്നത്. പിന്നെന്താ, ഇതിനകത്ത് ഓരോ കൺസെപ്റ്റ് കോൺസ്റ്റൻറ്റ് സ്പീഡിൽ പോകുന്ന ബോഡിയുടെ പോസിറ്റീവ് ഡയഗ്രാഫ് എങ്ങനെയായിരിക്കും, വെലോസിറ്റി ഡയഗ്രാഫ് എങ്ങനെയായിരിക്കും, ആക്സിസ് ഡയഗ്രാഫ് എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഫ്രീലി ഫാളിംഗ് ബോഡിയുടെ ഈ 3 ഗ്രാഫ് എങ്ങനെയായിരിക്കും എന്നുള്ള രീതിയിലൊക്കെ കൺസെപ്റ്റ് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇത് എവിടെ നിന്നാണ് ചോദിച്ചേക്കുന്നത്? ദ വെലോസിറ്റി ഡയഗ്രാഫ് ഓഫ് എ ഫ്രീലി ഫാളിംഗ് ബോഡിയുടെ വെലോസിറ്റി ഡയഗ്രാഫ് എങ്ങനെയാണ്? വൈ? കാരണം ഇറ്റ് ഈസ് ഇൻ ദ ഡൗൺവേർഡ് മോഷൻ അറ്റ് കോൺസ്റ്റന്റ് ആക്സലേഷൻ. അപ്പം താഴേക്കൊരു ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. എന്താ, ഇത് കോൺസ്റ്റന്റ് ആക്സലേഷനിലാണ് ആ ബോഡി പൊയ്ക്കൊണ്ടിരിക്കുന്നത്, ഫ്രീലി ഫാളിംഗ് ബോഡി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദ 2 വെക്ടേഴ്സ് എ ആൻഡ് ബി അറ്റ് എൻ ആംഗിൾ തീറ്റ. എയും ബി എന്ന് പറഞ്ഞ വെക്ടേഴ്സ് കണ്ട, മുകളിലെ ലുട്ടാപ്പിയുടെ കുന്നം കണ്ടില്ലേ, അതും അതിന് വിത്ത് ആംഗിൾ തീറ്റ, ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് അങ്ങനെ അതിൻ്റെ റിസൾട്ടൻ മാഗ്നിറ്റ്യൂഡ് ഫോഴ്സ് എത്ര? സിമ്പിൾ ക്വസ്റ്റ്യൻ. എന്താണ് എൻ്റെ ഇക്വേഷൻ? സിമ്പിൾ ക്വസ്റ്റ്യൻ. റിസൾട്ടൻ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് a square plus b square plus 2ab cos theta. ഓക്കെ, അതാണ് റിസൾട്ടൻ. ഇത് വെക്ടർ ലോസ് നമ്മൾ പഠിക്കുക. വെക്ടർ ലോസിനകത്ത് പഠിക്കുന്നതാണ്. ട്രയാങ്കിൾ ലോയും പാരലോഗ്രാം ലോയും നമ്മൾ പഠിച്ചതാണ്. അതിനകത്തുള്ള റിസൾട്ടൻ ലോ ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ, 1 വേർഡ് കിട്ടിയല്ലോ. അത് 1 kWh ഈസ് ഈക്വൽ ടു വാട്ട് ജൂൾ. നമുക്ക് ഈ കൺസെപ്റ്റിൽ നിന്ന് അറിയാവുന്ന ക്വസ്റ്റ്യൻ. 1 kWh എന്ന് പറയുന്നത് എത്ര? 746. നമുക്കറിയാവുന്ന ഈ ഒരു
ഈ ഒരു അറിയുന്നൊരു വർക്ക് എന്ന് പറഞ്ഞാൽ 1 ഹോഴ്സ് പവർ ഈസ് ഈക്വൽ ടു 746 വാട്ട് എന്നുള്ള രീതിയിൽ നമ്മൾ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. വാട്ട് ഡയറക്ഷൻ അതിനകത്ത് കിലോ വാട്ടിനും എന്താ 1 കിലോ വാട്ട് എത്ര ജൂളാന്ന് നോക്കാം. കിലോ 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 വാട്ട് അവർ. കിലോ വാട്ട് എന്ന് പറഞ്ഞാൽ എത്ര കിലോ സംതിങ് മീൻസ് കിലോ എന്താ 1000 അവർ. ഒരു അവറിൽ എത്ര സെക്കൻഡ് ഉണ്ട്? ജൂൾ പെർ സെക്കൻഡിൽ ഒരു ജൂളിൽ എത്ര സെക്കൻഡ് ഉണ്ട്? 3600 സെക്കൻഡ് ഉണ്ട്. എത്ര? 3600. അത് എൻ്റെ 3600 ചെയ്യാം. അപ്പോൾ എത്ര പൂജ്യമുണ്ട്? 1 2 3 4 5. നമ്മൾ എഴുതേണ്ടത് 3.6 എന്നുള്ള രീതിയിലാണ് ഇൻറ്റു 10⁶6 ജൂൾ. ഇതാണ് അതിൻ്റെ ഉത്തരം. കിട്ടും. നമ്മളത് ക്ലാസ് ഡിസ്കസ് ചെയ്ത സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. കിലോ വാട്ട് അവർ, ഹോഴ്സ് പവർ എത്ര? 746 വാട്ട്. ഇതൊക്കെ നമ്മൾ കിട്ടിയ നിസ്സാരമായ ക്വസ്റ്റ്യൻസ് ആണ്. 3.6 10.6 കിട്ടിയല്ലോ. സ്മോൾ ക്വസ്റ്റ്യൻ. ഇത് ഈ ഒരു 8 ലൈൻ, ഈ ഒരു 1000 കിലോ എന്നുള്ളത് 1000, 1 അവർ 3600 സെക്കൻഡ് എന്നുള്ള ഒരു ലോജിക്ക് അറിയാമെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ക്രാക്കായി. 1 മാർക്ക് നമ്മൾ കയ്യിൽ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഡ്യൂ ടു ഹോളോ സ്ഫെറിക്കൽ ഷെൽ ഓഫ് യൂണിഫോം ഡെൻസിറ്റി the force of attraction due to hollow spherical shell of uniform density on a point M it's zero. നമ്മൾ പഠിച്ചല്ലേ ഇത് 0. കാരണം എന്താ? നമ്മൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എല്ലാം പുറത്തോട്ട് പോകുമ്പോൾ എന്താ? ഇറ്റ്സ് ക്യാൻസൽ അഗൈൻസ്റ്റ് ഈച്ച് അതർ. പഠിച്ചാണ് കൺസെപ്റ്റിലേക്ക് പോകേണ്ട. 0. അടുത്ത ഇത് സെക്കൻഡ് മാർക്കിൻ്റെ ക്വസ്റ്റിലേക്ക് അടുത്തത് 8ാമത്തെ ക്വസ്റ്റ്യൻ. റൈറ്റ് ദ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഓഫ് ദ ഫോളോയിങ്. എത്ര ഉണ്ടെന്ന് എണ്ണി എന്ന് പറയാം. കൈയും കാലൊക്കെ വെച്ച് എണ്ണി കൂട്ടി എഴുതാവുന്ന ക്വസ്റ്റ്യാണ്. അപ്പോൾ ഇത് നല്ല രീതിയിൽ പഠിച്ചത്. കുറച്ച് ലോസ് നമ്മൾ പഠിച്ചതാണ്. നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ പഠിച്ചതാണ്. എന്താണ് ഇത്? നമ്മൾ മോഡൽ ക്വസ്റ്റ്യാണ്. 1.118 × 10⁻⁻6. ഇതിൻ്റെ എത്ര എണ്ണം ഉണ്ട്? ഇതിൻ്റെ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എല്ലാ നോൺ സീറോ. നമ്മൾ ഇതിൻ്റെ ലോസ് എന്തൊക്കെ പഠിച്ചത്? ഓൾ നോൺ സീറോ ഡിജിറ്റ് കൺസിഡർ ചെയ്യണം. പിന്നെന്താ? 10ന്റെ പവറായിട്ട് എന്ത് വന്നാലും അത് കൺസിഡർ ചെയ്യണ്ട. പിന്നെന്താ പഠിച്ചത്? 1 ലെസ് ദാൻ ആണ് നമ്പർ എങ്കിൽ ആ നമ്പറിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള എത്ര എണ്ണം വന്നാലും ഇത് കൺസിഡർ ചെയ്യണ്ട, ബാക്കി എണ്ണി എടുത്താൽ മതി. പിന്നെന്താ പറഞ്ഞത്? ഇപ്പം വലിയൊരു സംഖ്യ 1 2 3 5 0 0 0 വന്നാൽ അതിൻ്റെ ട്രെയിലിംഗ് നമ്പേഴ്സ് കൺസിഡർ ചെയ്യണ്ട. ഇത് കുറേ റൂൾസ് നമ്മൾ പഠിച്ചതല്ലേ അല്ലേ? അപ്പോൾ ഇതിനകത്ത് എന്താ നോക്കാം. അപ്പോൾ ഈ ഒരു ഇക്വേഷനകത്ത് എന്താ? ഇതിപ്പം 1.118 × 10⁻⁻6 അല്ലേ പറയുന്നത്. അപ്പോൾ 1 2 3 4 5 6. ഇത് 1 2 3 4 5 ഇതിനകത്ത് വരും. ഈ 10⁻⁶ കൺസിഡർ ചെയ്യേണ്ടത് നമ്മൾ മോഡലിൽ പഠിച്ചാണ്. ഇനി ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എത്ര നോക്കാം. ക്വസ്റ്റ്യനകത്ത് എന്താ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? 0.0420 മീറ്റർ. ഇപ്പോൾ എന്താ പറയുന്നത്? 1ന് താഴെയാണെങ്കിൽ എന്താണ്? നമ്മൾ ഇതിന് ഈ നമ്പറിന് നോൺ സീറോയുടെ മുമ്പ് കൺസിഡർ ചെയ്യേണ്ട. 1 2 3 കൺസിഡർ ചെയ്യണം. ഓക്കെ. ഇപ്പോൾ ഇതിനകത്ത് 10 അടുത്ത ക്വസ്റ്റ്യനകത്ത് 10050. അതെന്താ? 2 നോൺ സീറോ ഡിജിറ്റിനിടയ്ക്ക് 0 എന്ന് കൺസിഡർ ചെയ്യണം. പക്ഷേ എൻഡിൽ 0 എന്ന് കൺസിഡർ ചെയ്യണം. അപ്പോൾ മൊത്തം 4 അത് കിട്ടും. ഉത്തരം കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ. റൈറ്റ് എനി ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഹാവിങ് നോ യൂണിറ്റ് ഓഫ് ഡയമെൻഷൻ. നമ്മൾ പഠിച്ചത് എന്താണ്? യൂണിറ്റ് ഡയമെൻഷൻ ഇല്ലാത്ത ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാണെന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻ? നമ്മൾ ക്വസ്റ്റ്യൻ പഠിച്ചത് 4 ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ പഠിച്ച ടോപ്പിക്കാണത്. എന്തൊക്കെയാണ് അതൊക്കെ? അത് കാണാൻ പഠിക്കണം. ഇത് ഫൈനൽ എക്സാമിനും നീറ്റ് എക്സാമിനും ഇമ്പോർട്ടൻ്റ് ആണ്. എന്തൊക്കെയാണ്? ആംഗിളിന് എന്താ? ഡയമെൻഷൻ ഇല്ല. പിന്നെന്താ? പോയിസൺസ് റേഷ്യോ, സ്ട്രെയിൻ, സ്പെസിഫിക് ഗ്രാവിറ്റി. അതുപോലെ തന്നെ ഡയമെൻഷൻ ഇല്ല. 4 ഡയമെൻഷൻസ് ക്വാണ്ടിറ്റീസ് ആണ്. അതാണ് അതിൻ്റെ കൺസെപ്റ്റ്. റൂട്ട് ക്വസ്റ്റ്യൻ. ഓക്കെ. ഇവിടെ ചെറിയ തിരുത്തണം. അത് തിരുത്തി പറയണോ? ഇവിടെ ചെറിയൊരു തിരുത്തണം. തിരുത്തി പറയട്ടെ. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കാം. റൈറ്റ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഓഫ് ദ. നമ്മൾ എണ്ണി പറഞ്ഞതാണ്. അത് നേരത്തെ പറഞ്ഞായിരുന്നു നമ്മൾ ക്വസ്റ്റ്യൻ എന്ന് പറയാം. അപ്പോൾ ഈ ക്വസ്റ്റ്യനകത്ത് ഇപ്പോൾ നോക്കുമ്പോൾ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ടെന്നാണ് നോക്കേണ്ടത്. നമ്മൾ പഠിച്ച ലോസിനകത്ത് പഠിച്ചാണ്. ഇപ്പോൾ എന്താണ്? ഇതിപ്പോൾ എത്ര ഉണ്ട്? ഇപ്പം ലെസ് ദാൻ 1 നമ്പർ ആണെങ്കിൽ ഇപ്പോൾ ഈ ക്വസ്റ്റ്യനകത്ത് ഇപ്പോൾ ലെസ് ദാൻ 1 ആയതുകൊണ്ട് ഇപ്പം എന്താ? നോൺ സീറോയുടെ മുമ്പുള്ള സംഖ്യ നമ്മൾ കൂട്ടണ്ട. അതിന് ശേഷമുള്ള മാത്രം കൂട്ടിയാൽ മതി. എത്ര? ഇവിടെ 3 ഉണ്ട്. ഇപ്പോൾ ഇതിനകത്ത് എന്താ? ഇപ്പോൾ ഒരു 2 നോൺ സീറോ ഡിജിറ്റിനിടയ്ക്ക് സീറോസ് വന്നത് അത് കൂട്ടണം. ഇപ്പോൾ ഡോട്ട് വന്നുകൊണ്ട് അതിന് ശേഷമുള്ള എല്ലാം അടിക്കുകയും വേണം. അപ്പോൾ എന്താ? അവിടെ 5 എണ്ണം ഉണ്ട്. പിന്നെ നമ്മൾ 2 ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഹാവിങ് നോ യൂണിറ്റ് ഓഫ് ഡയമെൻഷൻ നമ്മൾ പറഞ്ഞായിരുന്നു. എന്തൊക്കെയാണ്? പോയിസൺസ് റേഷ്യോ, ആംഗിൾ, സ്ട്രെയിൻ, സ്പെസിഫിക് ഡെൻസിറ്റി, സ്പെസിഫിക് ഗ്രാവിറ്റി എല്ലാം പറഞ്ഞായിരുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം.
അടുത്ത ക്വസ്റ്റ്യൻ ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് എ ലിക്വിഡ് ഡാഷ് വിത്ത് ഡിക്രീസിങ് പ്രഷർ കുറയുമ്പോൾ ബോയിലിംഗ് പോയിന്റ് എന്ത് സംഭവിക്കുന്നത്. അപ്പോൾ എന്താണ് കൺസെപ്റ്റ്? പ്രഷർ കുറയും, ബോയിലിംഗ് പോയിന്റ് കുറയും. അത് നിൽക്കട്ടെ, നമുക്ക് കൺസെപ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കാം. എന്താ കൺസെപ്റ്റ്? ഡിക്രീസ് എന്തുകൊണ്ടാണ് കുറയുന്നത്? അപ്പോൾ എന്താണ് ബോയിലിംഗ് പോയിന്റ്? ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നത്തിങ് പോയിന്റ്. നമ്മൾ എടുക്കുന്ന ലിക്വിഡ് ബോയിൽ എടുക്കുമ്പോൾ ലിക്വിഡിൻ്റെ വേപ്പർ പ്രഷറാണ്. ആ ലിക്വിഡിൻ്റെ വേപ്പർ പ്രഷറും അതിൻ്റെ മുകളിലുള്ള അതിൻ്റെ അറ്റ്മോസ്ഫിയറിലൊരു പ്രഷർ ഉണ്ടല്ലോ, അത് തമ്മിൽ സെയിം ആവുന്ന പോയിന്റാണ് ബോയിലിംഗ് പോയിന്റ് അല്ലേ? കാരണം നമ്മുടെ ചുറ്റുമുള്ള അറ്റ്മോസ്ഫിയറിൻ്റെ പ്രഷറും ആ ലിക്വിഡിൻ്റെ വേപ്പർ പ്രഷർ തമ്മിൽ സെയിം ആവുന്ന പോയിന്റാണ് ബോയിലിംഗ് പോയിന്റ്. അപ്പോൾ നമ്മൾ പ്രഷർ കുറഞ്ഞ സ്ഥലത്തേക്ക് പോകുമ്പോൾ മുകളിലേക്ക് പോകുമ്പോൾ അപ്പോൾ ഈ ബോയിലിലേക്ക് വേപ്പർ പ്രഷറിൻ്റെ നമ്മൾ വേപ്പർ പ്രഷർ കൂട്ടിയാണല്ലോ ബോയിലിംഗ് പോയിന്റ് നമ്മൾ ഹീറ്റ് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് ചെറിയ ടെമ്പറേച്ചർ തന്നെ എന്താണ് ആ സെയിം പ്രഷർ അറ്റൈൻ ചെയ്യും. അപ്പോൾ എന്താ പറയുന്നത്? പ്രഷർ കുറഞ്ഞ സ്ഥലത്തേക്ക് പോകുമ്പോൾ ഡിക്രീസിങ് പ്രഷർ നടക്കുമ്പോൾ എന്താ ബോയിലിംഗ് പോയിന്റ് ഡിക്രീസ് ചെയ്യും. അടുത്ത വാട്ട് ഈസ് സബ്ലിമേഷൻ? സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ അത് ചേഞ്ചസ് ആണ്, സോളിഡ് സ്റ്റേറ്റ് ചേഞ്ചസിനെ പറയുന്നത്. സോളിഡ് ഡയറക്റ്റ് ആയിട്ട് ഗ്യാസ് ആവുന്നതിനാണ് എന്ത് സബ്ലിമേഷൻ എന്ന് പറയുന്നത്. ഇവാപ്പറേഷൻ, കണ്ടൻസേഷൻ, സബ്ലിമേഷൻ, വേപ്പറൈസേഷൻ, ഇവാപ്പറേഷൻ, അങ്ങനെ കുറേ കൺസെപ്റ്റ് പഠിക്കുന്നുണ്ടല്ലോ, അതിനകത്ത് വരുന്നതാണ് സബ്ലിമേഷൻ. ദ ചേഞ്ച് ഫ്രം സോളിഡ് ടു വേപ്പർ സ്റ്റേറ്റ് വിതൗട്ട് പാസിംഗ് ത്രൂ എനി ലിക്വിഡ് സ്റ്റേറ്റ് ഈസ് കോൾഡ്. ഇപ്പോൾ എക്സാമ്പിൾ വേണം. ഡ്രൈ ഐസ്. എന്താണ് ഡ്രൈ ഐസ്? സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡിനാണ് ഡ്രൈ ഐസ് എന്ന് പറയുന്നത്. സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഇതിനെ ഹീറ്റ് ചെയ്യുമ്പോൾ ഡയറക്റ്റ് സോളിഡ് ടു ഗ്യാസ് ആവും. ഈ ഡ്രൈ ഐസിൻ്റെ എക്സ്പെരിമെൻറ്റ് ആക്ച്വലി ഒരു മേജർ മലയാളം യൂട്യൂബർ ചെയ്തിട്ടുണ്ട്. അത് കണ്ട നൈസായിരിക്കും, ഭയങ്കര നൈസായിരിക്കും. ഭയങ്കര ഒരു മഞ്ഞ് മൂടിയ അവസ്ഥയിലേക്ക് നിൽക്കുന്നത്. ഡ്രൈ ഐസിൻ്റെ എക്സ്പെരിമെൻറ്റ് ഭയങ്കര നൈസായിട്ട് യൂട്യൂബർ ചെയ്തിട്ടുണ്ട്. നല്ല വീഡിയോ ആണ്. സോളിമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സോളിഡിനെ ഹീറ്റ് ഡയറക്റ്റ് ലിക്വിഡ് സ്റ്റേറ്റിൽ എത്താതെ, സാധാരണ എന്താ സോളിഡ് ലിക്വിഡ് ആകുമ്പോൾ വാട്ടറായി ഗ്യാസ് ആവുന്നത്. ഇത് ഡയറക്റ്റ് സോളിഡിൽ നിന്ന് ഡയറക്റ്റ് ഗ്യാസ് സ്റ്റേറ്റിലേക്ക് മാറുന്നതാണ് സബ്ലിമേഷൻ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ക്ലാസ്സിൽ നമ്മൾ ഘോരം പറയുന്നത് സിമ്പിൾ കൺസെപ്റ്റ്. ഈ ക്വസ്റ്റ്യൻ മിസ്സാക്കാൻ പാടില്ല. ട്രയാങ്കിൾ മെത്തേഡ് ഓഫ് വെക്ടർ അഡിഷൻ. ട്രയാങ്കിൾ മെത്തേഡും പാരലലോഗ്രാം മെത്തേഡും നമ്മൾ ക്ലാസ്സിൽ പറയുന്നതാണ്. നമ്മളത് നല്ല ഡിസ്കസും ചെയ്തതാണ്. നമുക്കൊന്ന് ജസ്റ്റ് പറഞ്ഞു നോക്കാം. ഇത് വെക്ടർ ലോസ് ആണ്. ഒരു സ്കെയിലർ വെക്ടർ ഒരു വെക്ടർ ക്വാണ്ടിറ്റി വെക്ടർ ആവുന്നപ്പോൾ വെക്ടർ ലോസ് കൂടെ ഒബേ ചെയ്യുമ്പോഴാണ്, ഈ വെക്ടർ കൂടെ ഒബേ ചെയ്യുമ്പോഴാണ് വെക്ടർ ക്വാണ്ടിറ്റി ആവുന്നത്. അപ്പോൾ എന്താണ് ട്രയാങ്കിൾ മെത്തേഡും പാരലോഗ്രാം മെത്തേഡും നമുക്ക് നോക്കാം. എന്താണ് ട്രയാങ്കിൾ മെത്തേഡ്? ഒന്നുമില്ല, ടു വെക്ടേഴ്സ്, രണ്ട് സൈഡ്, ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡായിട്ട് രണ്ട് വെക്ടറിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ മൂന്നാമത്തെ വെക്ടർ എന്താണ് അതിൻ്റെ റിസൾട്ടൻ്റ് ആകും എന്നുള്ളതാണ് എൻ്റെ കൺസെപ്റ്റ്. ആണ് ട്രയാങ്കിൾ വെക്ടർ. ഓക്കെ, ഇതാണ് ട്രയാങ്കിൾ കൺസെപ്റ്റ്. If two vectors are represented as the two sides of a triangle, then the third side will be the resultant of that എന്ന് പറയുന്നത്. അപ്പോൾ ഇനി പാരലോഗ്രാം ലോ എന്താണ്? പാരലോഗ്രാം എന്ന് പറയുന്നത് രണ്ട് വെക്ടേഴ്സിനെ രണ്ട് പാരലോഗ്രാമിൻ്റെ സൈഡായിട്ട് കണക്ക് കൂട്ടുമ്പോൾ അതിൻ്റെ ഡയഗണലായിരിക്കും അതിൻ്റെ റിസൾട്ടൻ എന്ന് പറയുന്നതാണ് പാരലോഗ്രാം ലോ ഓഫ് വെക്ടേഴ്സ്. ഓക്കെ, കിട്ടിയല്ലോ. എന്താണ് ഇപ്പോൾ ട്രയാങ്കിൾ ലോ ഓഫ് അഡിഷനും പാരലോഗ്രാം ഓഫ് അഡിഷനും? രണ്ട് വെക്ടറിനെ ട്രയാങ്കിൾ രണ്ട് സൈഡായിട്ട് കണക്കാക്കിക്കുമ്പോൾ അതിന് മൂന്നാം സൈഡ് അതിന് റിസൾട്ടൻ്റ് ആയിട്ട് എടുക്കുന്നതിനാണ് ട്രയാങ്കിൾ ലോ ഓഫ് അഡിഷൻ എന്ന് പറയുന്നത്. പാരലോഗ്രാം ഓഫ് ലോ ഓഫ് അഡിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് വെക്ടേഴ്സിനെ ഒരു പാരലോഗ്രാമിൻ്റെ രണ്ട് സൈഡായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ മൂന്ന് ഡയഗണൽ അതിൻ്റെ റിസൾട്ടൻ്റ് ആയിട്ട് എടുക്കുന്നതാണ് എന്ത് പാരലോഗ്രാം ലോ ഓഫ് അഡിഷൻ. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ പ്രഷർ ഓൺ എ സ്വിമ്മർ 10 meter ബിലോ ദ സർഫസ് ഓഫ് എ ലേക്ക്? ഞാൻ പറഞ്ഞതാണ്, നമ്മൾ ഇത് പ്രഷറിൻ്റെ ക്വസ്റ്റ്യൻ. അറ്റ്മോസ്ഫിയർ പ്രഷർ നമ്മളിപ്പോൾ അറ്റ്മോസ്ഫിയർ ഒരു സാധാ പ്രതലത്തിൽ നിൽക്കണം. നമ്മുടെ മുകളിൽ ഒരു വലിയ എയർക്കോളം ഉണ്ട്. അറ്റ്മോസ്ഫിയറിൻ്റെ മുകളിൽ ട്രോപ്പോസ്ഫിയർ, അയനോസ്ഫിയർ, മിസോസ്ഫിയർ, അങ്ങനെ പോലത്തെ. അപ്പോൾ ഈ അറ്റ്മോസ്ഫിയറിൻ്റെ എല്ലാ എയർക്കോളത്തിൻ്റെ ഫുൾ വെയിറ്റ് നമ്മൾ താങ്ങി നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മളൊരാൾ ഡൈവർ വെള്ളത്തിനടിയിലേക്ക് ഡൈവ് ചെയ്ത് പോകുമ്പോൾ എന്താ ആ വാട്ടർ കോളത്തിൻ്റെ വെയിറ്റും പ്രഷറുകൾ ഈ അറ്റ്മോസ്ഫിയർ പ്രഷറിന് കൂടാതെ ഈ വാട്ടർ കോളം അയലിലേക്ക് പ്രഷർ എക്സേർട്ട് ചെയ്യും. അപ്പോൾ അതിനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചത് P = ആ പ്രഷർ PA + ρgh നമ്മൾ പഠിച്ചായിരുന്നു. എക്സ്ട്രാ പ്രഷർ ഇപ്പം ഡെപ്തിലേക്ക് പോകുമ്പോൾ അറ്റ്മോസ്ഫിയർ പ്രഷർ + ρgh. എന്താ പ്രഷർ? ആ പ്രഷർ എത്ര? ഇപ്പോൾ സ്വിമ്മർ എത്ര താഴേക്ക് പോയി? 10 meter താഴേക്ക് പോയി. അപ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അറ്റ്മോസ്ഫിയർ പ്രഷർ എത്ര? 1.01 ആണ് അറ്റ്മോസ്ഫിയർ പ്രഷർ. റോ എത്ര ആയിരിക്കും? റോ 1000 ആയിരിക്കും എപ്പോഴും. വാട്ടറിൻ്റെ പ്രഷർ നമ്മൾ പഠിച്ചിരുന്നു, അത് ρgh ആണ്. ഇൻറ്റു G എത്ര? 9.8 അറ്റ്മോസ്ഫിയർ ആക്സിസ് ടു ഗ്രാവിറ്റി. ഹൈറ്റ് എത്ര പോകുന്നത്? 10 meter ഡെപ്തിലേക്കാണ് പോയത്. അത് കാൽക്കുലേറ്റർ അടിച്ചു കൊടുക്കാം. 2.01 × 10⁵ പാസ്കൽ എന്ന് കിട്ടും ആണ് ഉത്തരം. എന്താണ് ഡെപ്തിലേക്കുള്ള പ്രഷർ എത്ര? P = അറ്റ്മോസ്ഫിയർ പ്രഷർ + ρgh. സബ്സ്റ്റിറ്റ്യൂട്ട് P ഇതിൻ്റെ വാല്യൂ 1.01
റോ 1000 ജി 9.8 എച്ച് 10 മീറ്റർ ഇട്ട് കൊടുക്കുമ്പോൾ സിമ്പിൾ ഉത്തരം കിട്ടും. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ആ ഇക്വേഷൻ അറിഞ്ഞിരുന്നാൽ മാത്രമേ കിട്ടാവുന്ന സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് പ്രഷറിൻ്റെ ഇക്വേഷൻ. അറ്റ്മോസ്ഫിയർ പ്രഷറും ഒരു പോയിന്റിലെ പ്രഷറും അറ്റ്മോസ്ഫിയർ പ്രഷറും തമ്മിലുള്ള റിലേഷനാണിത്. കിട്ടിയല്ലോ, സിമ്പിൾ ക്വസ്റ്റ്യൻ. നന്നായി എഴുതി വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, ഇത് നമുക്ക് ജിബറിഷ് നമുക്ക് എഴുതി വെക്കാൻ പറ്റത്തില്ല. കാര്യം അറിഞ്ഞാൽ മാത്രം അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഇപ്പം വേറെ നമുക്ക് ചില മാനേജ് ചെയ്യാൻ പറ്റും ചില കാര്യങ്ങൾ. എന്തെങ്കിലുമൊക്കെ ഒരു അറിഞ്ഞാൽ നമുക്കൊരു വാക്ക് അരിമൂല എഴുതി ചിലപ്പോൾ ഒരു അരമാർക്ക് കിട്ടും. പക്ഷെ അങ്ങനെയല്ല, ഇത് അറിഞ്ഞാൽ മാത്രം ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് പ്രിൻസിപ്പിൾ ഓഫ് മൂവ്മെൻറ്റ്. വാട്ട് ഈസ് പ്രിൻസിപ്പിൾ ഓഫ് മൂവ്മെൻറ്റ്? പ്രിൻസിപ്പിൾ ഓഫ് മൂവ്മെൻറ്റ് നമ്മൾ എഴുതുക. പ്രിൻസിപ്പിൾ മൂവ്മെൻറ്റ് എഴുതിയിട്ട് നമ്മൾ അണ്ടർലൈൻ ചെയ്യും. ഈ സംഭവം വേണമെങ്കിൽ ഒരു ഡയഗ്രാം വേണമെങ്കിൽ ഞാൻ കൺസെപ്റ്റ് കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ ഒരാളുണ്ട്. അപ്പോൾ ഫോഴ്സിൻ്റെ ഡിസ്റ്റൻസ് ആണ് നമ്മൾ എടുക്കുന്നത്. ആർ ഡിസ്റ്റൻസിലാണ്. അപ്പോൾ എന്താ ഇവിടെ നിന്നുള്ള ഇതിൻ്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഫോർ എ ബോഡി ടു ബി ഇൻ റൊട്ടേഷണൽ ഇക്വിലിബ്രിയം എന്നാണ് ബോഡിനെ റൊട്ടേഷണൽ ഇക്വിലിബ്രിയം. ഏതാണ് കൺസെപ്റ്റ്? വേർഡ് എന്നാൽ റൊട്ടേഷണൽ ഇക്വിലിബ്രിയം. അതിലിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇക്വിലിബ്രിയത്തിൽ എന്താണ് ഇരിക്കുമ്പോൾ എന്താ? ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റ് ഈസ് ഈക്വൽ ടു ക്ലോക്ക് വൈസ് മൊമെൻറ്റ്. ഇതാണ് അതിൻ്റെ കൺസെപ്റ്റ്. ക്ലോക്ക് വൈസ് മൊമെൻറ്റ് എന്താ പറയുന്നത്? ഒരു പ്രിൻസിപ്പിൾ ഓഫ് മൂവ്മെൻറ്റിൻ്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഈസ് പ്രിൻസിപ്പിൾ ഓഫ് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു റൊട്ടേഷണൽ ഇക്വിലിബ്രിയത്തിലാണ് ഇരിക്കുന്നത്. ഒരു സെറ്റ് റൊട്ടേഷണൽ ഇക്വിലിബ്രിയത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ എന്നാണ് പറയുന്നത്, അതിൻ്റെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനുള്ള മൊമെൻറ്റും ക്ലോക്ക് വൈസ് ഡയറക്ഷനുള്ള മൊമെൻറ്റും സെയിം ആയിരിക്കും. അതാണ് കൺസെപ്റ്റ്. അത് വേർഡ്സ് ചെയ്ത് വെച്ച് എത്ര മാർക്കാണ്? 1 മാർക്ക് കിട്ടിയല്ല. ഇതാണ് ഫോർ എ ബോഡി ടു ബി സെറ്റ് ഇൻ ദ റൊട്ടേഷണൽ ഇക്വിലിബ്രിയം ദ സം ഓഫ് ദ ക്ലോക്ക് വൈസ് മൊമെൻറ്റ് അബൌട്ട് എനി പോയിന്റ് മസ്റ്റ് ഈക്വൽ ടു സം ഓഫ് ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റ്. ഓക്കെ, ഇത്രയും ഓക്കെ. ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അതായത് കണ്ടീഷൻ ഫോർ മെക്കാനിക്കൽ ഇക്വിലിബ്രിയം ഓഫ് എ റിജിഡ് ബോഡി എന്തൊക്കെയാണ്? അത് എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആയിരിക്കണം. എക്സ്റ്റേണൽ ടോർക്ക് 0 ആയിരിക്കണം. ഇതൊക്കെയാണ് മെയിൻ കൺസെപ്റ്റ്. ഇതാണ് 2 പോയിന്റ്. എക്സ്റ്റേണൽ ഫോഴ്സും എക്സ്റ്റേണൽ ടോർക്കും ഇതാണ് 0 ആയിരിക്കണം. എന്നാൽ മാത്രമേ മെക്കാനിക്കൽ ഇക്വിലിബ്രിയത്തിൽ ഇരിക്കത്തുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, ഇതൊരു ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ആണ്. ആപ്ലിക്കേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഈ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, സിമ്പിൾ റിലേഷൻ എഴുതിയിട്ട് നമുക്ക് അതിനകത്ത് ഒരു റിലേഷൻ നമുക്ക് എഴുതി നമുക്ക് നോക്കാൻ പറ്റണം. അതാണ് ഈ ക്വസ്റ്റ്യൻ ടെസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് ആ ഒരു മൊമെൻറ്റം ചോദിക്കുന്ന മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ എഴുതിയിട്ട് മൊമെൻറ്റം ഇക്വേഷൻ ഇപ്പോൾ എക്സാമ്പിൾ ഉദാഹരണം കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ K = ½ mv² എന്നൊരു ക്വസ്റ്റ്യൻ ആണ്. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ. അപ്പോൾ ഈ എനർജി മാസ് കൂടുമ്പോൾ കൈനറ്റിക് എനർജി കൂടും. ആ ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, മാസ് കൂടുമ്പോൾ കൈനറ്റിക് എനർജി കൂടുമോ? ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ആണ് v². ഓക്കെ, ഇതൊരു കൺസെപ്റ്റ്. അതൊക്കെ വേറൊരു കൺസെപ്റ്റാണ്. ഈ G F Gm1m2/r². ഇത് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ്റെ ഇക്വേഷൻ ആണ്. ഇപ്പോൾ ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ ആണ്. അപ്പോൾ എന്താ, ഡിസ്റ്റൻസ് കൂടുമ്പോൾ ഫോഴ്സ് കുറയും. ആ ഒരു കൺസെപ്റ്റ് ഇല്ലേ എന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ ചോദിച്ചേക്കുന്ന കൺസെപ്റ്റിൽ നിന്ന് അതിനകത്ത് ഡിപ്പെൻഡിങ് ഫാക്ടേഴ്സ് ഉണ്ടല്ലോ ഇക്വേഷനിൽ, അത് വേരി ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇവിടെ ഉണ്ടാകുന്ന മാറ്റം, ആ ലോജിക്ക് അറിയാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ് ഇത്. എൻട്രൻസിൻ്റെ ഒരു നീറ്റിനൊക്കെ ചോദിക്കുന്ന മോഡലാണ് ഇത്. നമ്മുടെ ഫൈനൽ എക്സാമിന് നല്ലൊരു ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രതീക്ഷിക്കാൻ നോക്കാം. ലൈറ്റ് ബോഡി ഹെവി ബോഡി എന്താ വ്യത്യാസം? ഒരെണ്ണത്തിന് മാസ് കൂടുതലായിരിക്കും, അതിന് മാസ് കുറവായിരിക്കും. ഹാവിങ് സെയിം മൊമെൻറ്റ്. വിച്ച് വൺ ഹാസ് ഹയസ്റ്റ് കൈനറ്റിക് എനർജി? മൊമെൻറ്റോ കൈനറ്റിക് എനർജിയും തമ്മിലുള്ള റിലേഷൻ അറിയണം. അതാണ് ഇതിൻ്റെ ഡിമാൻഡ്. ഇതിൻ്റെ ഫസ്റ്റ് ഡിമാൻഡാണ് K² = ഇതിൻ്റെ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? കൈനറ്റിക് എനർജിയുടെ മൊമെൻറ്റ് തമ്മിലുള്ള ഇക്വേഷൻ K = കൈനറ്റിക് എനർജി P²/2m അല്ലേ? ഇത് സെയിം മൊമെൻറ്റ് എന്നുണ്ടല്ലോ, സെയിം മൊമെൻറ്റ്. P എന്താണ്? P = mv മൊമെൻറ്റം. ഇപ്പോൾ എന്താ പറയുന്നത്, ലൈറ്റ് ബോഡിയും ഹെവി ബോഡിയും ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് സെയിം മൊമെൻറ്റം ആണ്. അപ്പോൾ അതിനകത്ത് എയർക്കാണ് മോർ കൈനറ്റിക് എനർജി ചോദിച്ചേക്കുന്നത്. അപ്പോൾ കൈനറ്റിക് എനർജി മൊമെൻറ്റ് തമ്മിലുള്ള റിലേഷൻ അറിയണം. അപ്പോൾ എന്താ, കൈനറ്റിക് എനർജി മാസ് എങ്ങനെയാണ് നിൽക്കുന്നത്? ഇറ്റ്സ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ അല്ലേ മാസ്. അപ്പോൾ മാസ് കൂടുമ്പോൾ കൈനറ്റിക് എനർജി കുറയണ്ടേ? അപ്പോൾ കുറഞ്ഞ മാസമുള്ള ലൈറ്റ് ബോഡിക്ക് ആയിരിക്കില്ലേ മോർ കൈനറ്റിക് എനർജി. സിമ്പിൾ കൺസെപ്റ്റ് കിട്ടിയല്ലോ. ഉത്തരം എന്താ? ലൈറ്റ് ബോഡിക്കാണ് കൂടുതൽ കൈനറ്റിക് എനർജി. ക്വസ്റ്റ്യൻ ഡിമാൻഡ് എന്താണ്? നമുക്ക് ചോദിച്ച ക്വസ്റ്റ്യൻസിനകത്ത് ചോദിക്കുന്ന കാര്യങ്ങളിൽ ഇക്വേഷൻ എഴുതിയിട്ട് അതിൽ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് തമ്മിലുള്ള ബന്ധം കണ്ടുപിടിക്കാൻ പറ്റണം.
അപ്പോൾ എന്തൊക്കെയാണ് ലൈറ്റ് ബോഡി ഹെവി ബോഡി തമ്മിൽ എന്താണ് മൊമെൻറ്റവും കൈനറ്റിക് എനർജി തമ്മിലുള്ള റിലേഷൻ ആണ്. അപ്പോൾ ഈ K = P² 2m എഴുതാൻ അറിയണം. എന്നിട്ട് മാസ് അത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ രീതി ഐഡൻറ്റിഫൈ ചെയ്യണം. മാസ് കൂടി കുറഞ്ഞ മാസ് ഏതാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് കുറഞ്ഞ മാസമുള്ളതിനായിരിക്കും മോർ കൈനറ്റിക് എനർജി. ആ ലോജിക് കിട്ടും. നമ്മൾ ഈ ഒരു ടൈപ്പ് നമ്മൾ ഗ്യാൻ മോഡിൽ ചെയ്ത് എങ്ങനെയാണെന്ന് നോക്കുമ്പം നമ്മൾ കൈനറ്റിക് എനർജിയുടെ ക്വസ്റ്റ്യൻ ചെയ്ത് മോർ മൊമെൻറ്റ്. അപ്പം P = mv. എന്താ ഇപ്പോൾ ലൈറ്റ് ബോഡി ഹെവി ബോഡി ഉണ്ട്, ലൈറ്റ് ബോഡി ആൻഡ് ലൈറ്റ് ആൻഡ് ഹെവി ബോഡി ഉണ്ട്. ആർക്കായിരിക്കും മോർ മൊമെൻറ്റം? കാരണം എന്താ മൊമെൻറ്റം ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു മാസ് അല്ലേ. അപ്പോൾ മാസ് കൂടുമ്പോൾ എന്താ മൊമെൻറ്റം കൂടണം. അപ്പോൾ ഹെവി ബോഡിക്കായിരിക്കും ഇവിടെ കൂടുതൽ മൊമെൻറ്റം. ആ ഡിഫറൻസ് കൂടെ പറഞ്ഞതേ ഉള്ളൂ. ചിന്തിക്കുക, എഴുതിയിട്ട് ആലോചിച്ച് നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ ചിന്തിച്ച് കാണാം. നമ്മൾ ന്യൂട്ടൺ പഠിച്ചു, കെപ്ലർ പഠിച്ചു, റൊട്ടേഷൻ പഠിച്ചു, ടോർക്ക് പഠിച്ചു, പക്ഷെ ഗണ്ണിൻ്റെ ക്വസ്റ്റ്യൻ പഠിപ്പിച്ചില്ല, ക്ലാസ് പഠിപ്പിച്ചില്ല എന്നുള്ള രീതി വെക്കും. ഇത് ഞാൻ എങ്ങനെ ചെയ്യും ഡൗട്ട് അടിച്ച് ആരെങ്കിലുമൊക്കെ കാണും, കുറച്ച് പേര് ഡൗട്ട് അടിച്ച് കാണും. ഷെൽ ഓഫ് മാസ് ഓഫ് ഒരു ബുള്ളറ്റിൻ്റെ ഷെല്ലിൻ്റെ മാസ് എത്ര? M1 = -0.020 kg. ക്വസ്റ്റ്യൻ പ്രോബ്ലം ആണോ ഡിമാൻഡ് ചെയ്യുന്നതെങ്കിൽ പ്രോബ്ലത്തിൻ്റെ കാര്യങ്ങൾ എടുത്ത് തരണം. ചക്കയാണോ തേങ്ങയാണോ എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ എടുത്ത് തരണം. M1 ആണ് ചോദിച്ചേക്കുന്നത്, M2 എന്നുള്ള രീതിയിൽ വ്യക്തമായിട്ടുള്ള രീതിയിൽ മാറ്റി എഴുതിയെടുക്കാൻ പറ്റണം. അപ്പോൾ M1 എടുത്ത് എഴുതി. ഗണ്ണിൻ്റെ മാസ് എത്ര? M2 100 കിലോഗ്രാം. ഓക്കെ. ഇഫ് ദ മസിൽ സ്പീഡ് ഓഫ് ദ ഷെല്ല്, ഇപ്പം മസിലിൻ്റെ സ്പീഡ് എത്താ? മസിൽ എന്ന് പറഞ്ഞ സ്പീഡ് എന്താ? മസിൽ എന്ന് പറഞ്ഞാൽ ഈ ഗണ്ണ് ഫയർ ചെയ്ത മുകളിലത്തെ മസിലല്ലേ. ഗെയിംസ് കളിക്കുന്ന ആൾക്കാർക്ക് മസിൽ അറിയായിരിക്കും. മസിലിൻ്റെ സ്പീഡ് എത്ര? V1 80 m/s ആണ്. അങ്ങനെ ആണെങ്കിൽ റീക്വൽ ഗണ്ണിൻ്റെ റീക്വൽ പിടിക്കുക. സിമ്പിൾ ഇതിനകത്ത് അറിഞ്ഞിരിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് റീക്വൽ നമ്മൾ ആക്ഷൻ എവിടെ പറഞ്ഞത്? ന്യൂട്ടൺ തേർഡിലോ ഒരു ആക്ഷൻ ദ റിസൺ ഈക്വൽ ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഇവിടെ ചോദിച്ചേക്കുന്നത് മൊമെൻറ്റം. കൺസെപ്റ്റിൻ്റെ പേര് ഈ കാര്യം എടുത്തു തരണം. ആ കൺസെപ്റ്റിനെ പറഞ്ഞല്ലോ, എന്ത് പ്രോബ്ലം ആണെങ്കിലും അത് എന്താണ് വ്യക്തമായിട്ട് അത് ഇന്നതാണ് അത് എന്നതാണെന്ന രീതിയിൽ എഴുതിയേ പറ്റത്തുള്ളൂ. എഴുതണം. അങ്ങനെ ആ ഒരു രീതിയിൽ ചെയ്യാവൂ. ഓക്കെ. ഇതിൻ്റെ കൺസെപ്റ്റിൻ്റെ പേരെന്ന് വെച്ചാൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം. ഓക്കെ. മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ എന്താ? P = mv എന്ന് പറഞ്ഞാൽ എന്താ? മൊമെൻറ്റം ചേഞ്ച് ആവില്ല. മൊമെൻറ്റം എനർജിയുടെ ഇക്വേഷൻ പറഞ്ഞാൽ മൊമെൻറ്റത്തെ എന്താ? ഇനിഷ്യൽ മൊമെൻറ്റം ഫൈനൽ മൊമെൻറ്റം സെയിം ആയിരിക്കും. അതന്നെ ഇനിഷ്യൽ മൊമെൻറ്റം ഫൈനൽ മൊമെൻറ്റം സെയിം ആയിരിക്കും. അപ്പോൾ എന്താ ഇവിടുത്തെ ഗണ്ണിൻ്റെ മൊമെൻറ്റം mg ഗണ്ണിൻ്റെ വെലോസിറ്റി = ഈ മൈനസ് വരുന്നത് എന്തുണ്ടാ? ഗണ്ണ് എവിടെ ബാക്കല്ല, ഒരു നെഗറ്റീവ് അങ്ങോട്ട് ബുള്ളറ്റ് പോകുമ്പോൾ തിരിച്ചൊരു മോഷനിൽ നടക്കുന്നത്. അപ്പോൾ -, ഓപ്പോസിറ്റ് ഡയറക്ഷൻ മൈനസ് വരും. ബുള്ളറ്റിൻ്റെ MB VB. അപ്പോൾ ഇത് എന്തൊക്കെ നമ്മളതിലുണ്ട്? ബുള്ളറ്റിൻ്റെ മാസ് നമ്മളതിലുണ്ട്, ഷെൽ മാസ് ഉണ്ട്, വെലോസിറ്റി ഓഫ് ബുള്ളറ്റ് ഉണ്ട് 80 m/s ഉണ്ട്. പിന്നെ എന്താ? മാസ് ഓഫ് ഗണ്ണുണ്ട് 100 കിലോഗ്രാം എന്ന് പറഞ്ഞുണ്ട്. ഇട്ട് കൊടുക്കുക, VG കണ്ടുപിടിക്കുക. 0.016 കിട്ടുമെന്നാണ് ചാത്തമാർ പറയുന്നത്. നോക്കാം, കിട്ടിയല്ലോ. എന്താണ് ക്വസ്റ്റ്യൻ? ഗണ്ണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം ആണ്. P = mv ഇട്ട് കൊടുക്കുക. ഇനിഷ്യലും ഫൈനൽ മൊമെൻറ്റും സെയിം ആയിരിക്കും. അത് ഈക്വേറ്റ് ചെയ്യുക, ഉത്തരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സിമ്പിൾ ക്വസ്റ്റ്യൻ. അടുത്തത് ടഫ് ക്വസ്റ്റ്യൻ ആണ്. കാര്യം ഇക്വേഷൻ അറിയാമെങ്കിൽ നമ്മൾ അത് എഴുതി പഠിപ്പിക്കണം. ഡെറൈവ് ചെയ്ത് കാണിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം വരയ്ക്കണം. അങ്ങനെ ഡയഗ്രാമത്തിലേക്ക് കിടക്കണം. നമ്മൾ ഡയഗ്രാം വരയ്ക്കണം. ഡെറൈവ് ഇക്വേഷൻ ഫോർ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ഫോർ എ ബോഡി യൂണിഫോം സർക്കുലർ മോഷൻ ഒരു ബോഡിയുടെ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ഇക്വേഷൻ വരയ്ക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതാണ് ഡയഗ്രാം. സർക്കിൾ വരയ്ക്കുക. ഒരു ബോഡിയുടെ വെലോസിറ്റി ഒരു പോയിന്റ് പെർക്കുലർ ഡയറക്ഷൻ എന്താണ്? വെലോസിറ്റിയുടെ ബോഡി അങ്ങോട്ടായിരിക്കും. പക്ഷെ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ്റെ ഡയറക്ഷൻ അങ്ങോട്ടായിരിക്കും, സെൻട്രലിലേക്കായിരിക്കും. സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ്റെ ഡയറക്ഷൻ അകത്തേക്കായിരിക്കും, പക്ഷേ ബോഡിയുടെ ഡയറക്ഷൻ എന്താ? അപ്പുറത്തും പോയിന്റിലേക്കായിരിക്കും. അപ്പോൾ V1 V2 കൺസിഡർ ചെയ്യുക. എന്നിട്ട് എന്താ? ഇത് നമ്മളിപ്പോൾ സർക്കുലർ മോഷൻ ആയതുകൊണ്ട് അതിന് വെലോസിറ്റി എന്താണ്? ആംഗുലർ ഡിസ്പ്ലേസ്മെൻ്റ് ആയിരിക്കും. ഒരു ആംഗുലർ ഏരിയ ആയിരിക്കും കവർ ചെയ്യുക. തീറ്റ ഇതായിരിക്കണം ഡിസ്പ്ലേസ്മെൻറ്റ്. എന്താണ്? ഇത് സർക്കുലർ മോഷനിൽ കറങ്ങുന്ന ബോഡി ആയതുകൊണ്ട് ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്? ഒരു ആംഗുലർ രീതിയിലേക്ക് തീറ്റ കവർ ചെയ്യുക. പിന്നെ എന്താണ്? ഇതായിരിക്കും അതിൻ്റെ ΔV, ചേഞ്ച് ഇൻ V ΔV. പിന്നെ ഇത് R1 റേഡിയസ് ആണ്, R ആണ്. യൂണിഫോം സർക്കുലർ മോഷൻ അല്ല R. ഇത് ΔR എടുക്കാം. ഓക്കെ.
അപ്പോൾ ഇത് സംഭവം ഇതാണ് ഡെറിവേഷൻ, ഇതാണ് അതിൻ്റെ ഡയഗ്രാം. ഒരു ഡയഗ്രാം സെറ്റായി. ഡയഗ്രാം എത്ര മാർക്കിന് 2 മാർക്ക് 3 മാർക്ക് ക്വസ്റ്റിൽ 1 മാർക്ക് ഓക്കെ, ഡയഗ്രാം ഓക്കെ. ബാക്കി കാര്യം എന്ന് പറഞ്ഞാൽ എന്താ, വെലോസിറ്റി ബൈ ആർ സ്ക്വയർ ഡെൽറ്റ പി ബൈ ആർ, ഇനിഷ്യൽ ബൈ ഫൈനൽ. അത് ഇവിടുത്തെ ചേഞ്ച് അടുത്ത സെയിം ആയിരിക്കും. അത് ഇക്വേഷൻ ഇക്വേറ്റ് ചെയ്ത് നമ്മൾ വി ബൈ ആർ ഡെൽറ്റ വി ഇസ് ഈക്വൽ ടു വി ബൈ ആർ ഇൻറ്റു ഡെൽറ്റ ആർ വരും. എന്നിട്ട് നമ്മൾ രണ്ട് സൈഡിലും ടി വെച്ച് നമ്മൾ ഇക്വേറ്റ് ചെയ്യും. ഒരു സിംപ്ലിഫിക്കേഷൻ ഇതായിട്ട് ഡെൽറ്റ ആർ ബൈ ടി എന്ന് പറഞ്ഞാൽ എന്താ, ഇതും വെലോസിറ്റിയാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടി എന്ന് പറഞ്ഞാൽ വെലോസിറ്റിയാണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. നമുക്ക് എന്താ ലാസ്റ്റ് ഉത്തരം കിട്ടുന്നത്? ഉത്തരം എന്താണ്? ഇതാണ് ഇത് സി എന്താ എടുത്തത്? സെൻട്രിപിറ്റൽ നോർമൽ ആക്സേഷൻ അല്ല, ലീനിയർ ആക്സേഷൻ അല്ല, സെൻട്രിപിറ്റൽ ആക്സേഷൻ ഈസ് ഈക്വൽ ടു വി ബൈ ആർ ഇൻറ്റു ആർ വി എന്ന് കിട്ടും. അപ്പം എ ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ. പലർക്കും ഈ ഇക്വേഷൻ അറിയായിരിക്കും, പക്ഷെ ഡെറൈവ് ചെയ്യാൻ അറിയണമെന്നില്ല. എന്താണ് ചിലർക്ക് ഇക്വേഷൻ അറിയായിരിക്കും, ഡെറൈവ് ചെയ്യാൻ ചിലപ്പോൾ കൺസെപ്റ്റ് അറിയില്ലായിരിക്കും. അപ്പോൾ എ സി ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ എന്ന് അറിയായിരിക്കും. അപ്പം ഡയഗ്രാം നമ്മൾ വരയ്ക്കാം. ഡയഗ്രാം വരച്ച് പിടിപ്പിക്കുക. ആ ഒരു ഏരിയ അറിയിക്കുക, ഓ ഡി തീറ്റ അറിയിക്കുക, വെലോസിറ്റി 2 പോയിന്റ്സ് കാണിക്കുക. അപ്പം അതൊരു മാർക്ക് കിട്ടും. പിന്നെ ഇക്വേഷൻ സിംപ്ലിഫിക്കേഷൻ ഒരു മാർക്ക്, പിന്നെ ഫൈനൽ ഇക്വേഷൻ ഒരു മാർക്ക്. ആ രീതിയിലേക്ക് സ്പ്ലിറ്റ് വരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റിലേക്ക് കടക്കാം. ഓക്കെ, അടുത്ത വെലോസിറ്റി. ഈ ചാപ്റ്റർ ഞാൻ ആദ്യം പറഞ്ഞു, ഈ ചാപ്റ്ററിൽ ഒരു ക്വസ്റ്റ്യൻ മിസ്സാക്കാൻ പാടില്ല. വെലോസിറ്റി ഡയഗ്രാഫ്, പൊസിഷൻ ഡയഗ്രാഫ് പറഞ്ഞാണ്. പൊസിഷൻ ഡയഗ്രാഫ്, വെലോസിറ്റി ഡയഗ്രാഫ്, ആക്സലറേഷൻ ഡയഗ്രാഫ്, ഇതിൻ്റെ വെറൈറ്റി കേസസ് വരച്ച് പഠിക്കണം. ഫ്രീലി ഫാളിംഗ് ബോഡിയുടേത്, പോസിറ്റീവ് ആക്സലേഷൻ്റെത്, നെഗറ്റീവ് ആക്സലേഷൻ്റെ ഡയഗ്രാം, ഇത് മൂന്നിൻ്റെ പൊസിഷൻ ഡയഗ്രാഫ്, വെലോസിറ്റി ഡയഗ്രാഫ്, എക്സ് ടി ഗ്രാഫ്, വി ടി ഗ്രാഫ്, എ ടി ഗ്രാഫ്. പിന്നെ എന്താ, യൂണിഫോം സർക്കുലേഷൻ, നെഗറ്റീവ് ആക്സലേഷൻ, യൂണിഫോം സർക്കുലർ മോഡ്, യൂണിഫോം മോഷൻ, ചേഞ്ച്, അങ്ങനെ പലതരത്തിലുള്ള എല്ലാ കേസും വരച്ചു പഠിക്കണം. പിന്നെ ഇതിനകത്ത് വേറെ ഈ ഓരോ ഗ്രാഫിൻ്റെ ഏരിയ എന്താണ് ഡിനോട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ സ്ലോപ്പ് എന്ന് ഡിനോട്ട് ചെയ്യുന്ന രീതിയിലുള്ള കൺസെപ്റ്റ് പഠിക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ എന്താ ചോദിച്ചു നോക്കാം. വെലോസിറ്റി ഡയഗ്രാഫാണ് തന്നേക്കുന്നത്. വെലോസിറ്റി ഡയഗ്രാഫ്, വിച്ച് പാർട്ട് ഓഫ് ദ ഗ്രാഫ് ഹാസ് സീറോ ആക്സലേഷൻ? സീറോ ആക്സലേഷനുള്ള പോയിന്റ് ചെയ്താൽ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. വെലോസിറ്റി ഇതിപ്പോൾ ഇത്ര വെലോസിറ്റി ഇപ്പോൾ ഇങ്ങോട്ട് പോയി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ എത്തിയപ്പോഴത്തേക്ക് വെലോസിറ്റി ചേഞ്ച് ആവുന്നില്ല. അപ്പോൾ സീറോ, ഒരേ വെലോസിറ്റി കീപ്പ് ചെയ്യണം. ഇവിടെ 20 മീറ്റർ പെർ സെക്കൻഡ് തന്നെ കീപ്പ് ചെയ്യണം. ഇത് ഒരു 5 സെക്കൻഡ് ആയപ്പോൾ 10 ആയി, 6 സെക്കൻഡിൽ 10 12 ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. പക്ഷേ 10 സെക്കൻഡ് 20 ആയപ്പോൾ വെലോസിറ്റി സെയിം ആയി, ആക്സിഡൻറ്റ് ചെയ്യുന്നില്ല, വണ്ടി ആക്സിഡൻറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ എന്താണ്, ഈ സെക്ഷൻ എ ബി സെക്ഷനിലാണ് അത് ആക്സിഡൻറ്റ് ചെയ്യാത്തത്. അടുത്ത, ഫൈൻഡ് ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ ബോഡി ഡ്യൂറിംഗ് ദ ടൈം 10 സെക്കൻഡ് 25 സെക്കൻഡ്. വെലോസിറ്റി ഡയഗ്രാഫിൻ്റെ ഏരിയ നൽകുന്നത് ഡിസ്പ്ലേസ്മെന്റ് ആണെന്നുള്ള കാര്യം നമുക്കറിയാം. വെലോസിറ്റി ഡയഗ്രാഫിൻ്റെ ഏരിയ നൽകുന്നത് ഡിസ്പ്ലേസ്മെന്റ് ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഇപ്പം എത്ര എവിടെ നിന്ന് അറിയണ്ട, 10 സെക്കൻഡ് 25 സെക്കൻഡ്. 10 സെക്കൻഡ് എന്താ, 10 സെക്കൻഡും 25 സെക്കൻഡ് ഇവിടം വരെ വേണം. ഈ ഒരു ഷേപ്പിലുള്ള ഈ ഏരിയ കണ്ടുപിടിച്ചാൽ മാത്രം എന്താണ് ഡിസ്പ്ലേസ്മെന്റ് കിട്ടുക. അപ്പോൾ അതെങ്ങനെ പിടിക്കും? ഡിവൈഡ് ചെയ്ത് എന്താ, ഇതൊരു റെക്റ്റാങ്കിളാണ്, ഇത് റെക്റ്റാങ്കിളും ഇത് ട്രയാങ്കിളുമാണ്. അപ്പോൾ ഈ ഏരിയ കണ്ടുപിടിക്കുക ആദ്യം, എന്നിട്ട് ഈ ഏരിയ കണ്ടുപിടിക്കുക. അപ്പോൾ എന്താ, നമുക്ക് ഇതാണ്ട് കൂട്ടുമ്പോൾ എന്താണ് ഡിസ്പ്ലേസ്മെന്റ് ഏരിയ കിട്ടും. ആ ഡിസ്പ്ലേസ്മെന്റ് ആണ് അവിടുത്തെ എന്താണ് ഏരിയ ആണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടുപിടിക്കാൻ നോക്കാം. 10 സെക്കൻഡ് 25 സെക്കൻഡ്. അപ്പോൾ ഇതിനകത്ത് റെക്റ്റാങ്കിൾ എന്താ, ഇത് 20 മൈനസ് 10 എത്ര, 10 ലെങ്ത്. ഇപ്പോഴത്തെ എത്ര, 20 ഉണ്ട്, 10×20. ഇപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ആയി. ഡിസ്പ്ലേസ്മെൻ്റ് ആണ് കണ്ടുപിടിക്കുന്നത്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഏരിയ ആണ് കേട്ടോ, ഏരിയ ആണ് കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ ഇത്രയും ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഇക്വേഷൻ എന്താ, ഹാഫ് ബി എച്ച്. ബേസ് എത്രയില്ല, 25 മൈനസ് 20 എത്ര, 5. എച്ച് എത്ര, ഹൈറ്റ് എത്ര ഉണ്ട്, 20 ഉണ്ട്. എല്ലാം വെട്ടി കൂട്ടി കിട്ടുന്ന ഉത്തരമാണ് എന്താ, ഏരിയ കിട്ടും. ആ ഏരിയ ആണ് എന്താ ഡിസ്പ്ലേസ്മെന്റ്. പറഞ്ഞല്ലോ, എല്ലാ ഗ്രാഫിക്സും പൊസിഷൻ ഡയഗ്രാഫ്, വെലോസിറ്റി ഡയഗ്രാഫ്, ആക്സലറേഷൻ ഡയഗ്രാഫ് എല്ലാത്തിൻ്റെയും ഏരിയ എന്താണ് ഡിനോട്ട് ചെയ്യുന്നത്, സ്ലോപ്പ് എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതിൻ്റെ വെറൈറ്റി കേസസ് വരച്ച് പഠിക്കുക, ഇമ്പോർട്ടൻ്റ്. ആ ഒരു 3 മാർക്ക് 4 മാർക്ക് 5 മാർക്ക് അല്ലെങ്കിൽ കളയാതിരിക്കുക. പഠിച്ചാൽ കിട്ടും. ഭയങ്കര നിസ്സാര ക്വസ്റ്റ്യാണ്. ഇത്തിരി ലോജിക്കായിട്ട് ഒരു മണ്ടത്തരം കാണിക്കുക ചെയ്ത് കിട്ടുന്ന ഉത്തരമാണ്. നല്ല ക്വസ്റ്റ്യാണ്. നമ്മൾ ക്ലാസ് ചെയ്തൊരു ക്വസ്റ്റ്യാണ്. ഒരു പൊസിഷൻ ഡയഗ്രാഫിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചായിരുന്നു. എന്താ, ഇങ്ങനെ പോകുന്നൊരു പൊസിഷൻ ഡയഗ്രാഫ്. ഇത് എക്സ് ടി ഗ്രാഫാണ്, വെലോസിറ്റി ഡയഗ്രാഫ് അല്ല. ക്ലാസ് ചെയ്യിപ്പിച്ചതാണ്. അപ്പോൾ എൻ്റെ വെലോസിറ്റി ഡയഗ്രാഫ് വരയ്ക്കുക. നമ്മളത് ചെയ്തതാണ്. ഇവിടുന്ന് ഇങ്ങനെ കൂടി വന്നു, പോസിറ്റീവായിട്ട് പൊസിഷൻ മാറി വന്നു, ഇവിടെ സെയിം ആയി, ഇവിടെ നെഗറ്റീവായി ഡിപ്പായി. പിന്നെ വെലോസിറ്റി ഡയഗ്രാഫ് നമ്മൾ വരച്ചത് എങ്ങനെയാണ്, ഡയഗ്രാഫ് നമ്മൾ വരച്ചു. അത് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്താണെന്ന് പറഞ്ഞാൽ എന്താണ്, വെലോസിറ്റിയാണ് കിട്ടുന്നത്. എന്തായിരുന്നു, ഈ വെലോസിറ്റി കിട്ടും. അതിൻ്റെ ഓരോ വെലോസിറ്റി കണ്ടുപിടിച്ചിട്ട് ഡിനോട്ട് ചെയ്ത് നമ്മൾ
ക്ലാസ് നല്ല രീതിയിൽ ഡിസ്കസ് ചെയ്തത്. പിന്നെ വെലോസിറ്റി ടെലിഗ്രാഫിൻ്റെ ഏരിയ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ചെയ്തിട്ടുണ്ട് ഡിസ്പ്ലേസ്മെൻറ്റ് ഏരിയ അണ്ടർ വെലോസിറ്റി ടെലിഗ്രാഫിസ് ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ ക്ലാസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. നമ്മൾ അറിയുന്ന ക്വസ്റ്റ്യൻ ആണ്. ക്ലാസ് നല്ല രീതിയിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഫ്രം ദ കേക്ക് വാക്ക് ആയിരിക്കും ഇത് പഠിച്ചൊരാൾക്ക് അത് ചെയ്യുമ്പോൾ. അടുത്ത ക്വസ്റ്റ്യൻ സ്റ്റേറ്റ് ലോ ഓഫ് ഇനേഷ്യ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, അത് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ ഗിവൺ ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ദ നെറ്റ് ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ സ്റ്റോൺ ഓഫ് മാസ് 0.1 കിലോഗ്രാം ജസ്റ്റ് ആഫ്റ്റർ ഡ്രോപ്ഡ് ഫ്രം ദ വിൻഡോ ഓഫ് എ ട്രെയിൻ ആക്സിലേറ്റിംഗ് വിത്ത് 1 മീറ്റർ പെർ സെക്കൻഡ്. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ന്യൂട്ടൺസ് ലോ ഓഫ് ഇക്വേഷൻ ലോസ് ഓഫ് മോഷൻ എന്നുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ലോ ഓഫ് ഇനേഷ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവർ ബോഡി കണ്ടിന്യൂസ് ടു ബി ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓഫ് യൂണിഫോം മോഷൻ അൺലെസ് ആൻഡ് എക്സ്റ്റേണൽ ഫോഴ്സസ് ആക്ട് അപ്പോൺ ഇറ്റ്. കിട്ടിയല്ല, ആ 1 മാർക്ക് 2 മാർക്ക് കിട്ടും. വേണമെങ്കിൽ ആ ഇക്വേഷൻ എഴുതിക്കുക. പിന്നെ ഈ ഒരു നെറ്റ് ഫോഴ്സ് ആക്റ്റീവ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്താ? ഫിസിക്കൽ ടു MA/mg. താഴേക്ക് കല്ല് താഴേക്ക് വീണുണ്ട് mg. മാസ് എന്താ? 0.1 ഇൻറ്റു 9.8 ഇട്ട് കൊടുക്കുക. ഉത്തരം എഴുതുക. ന്യൂട്ടൺ കിട്ടും. ഉത്തരം യൂണിറ്റ് എഴുതണം. ക്വസ്റ്റ്യൻ ചെയ്തിട്ട് യൂണിറ്റ് എഴുതണം. യൂണിറ്റ് എഴുതിയേ പറ്റത്തുള്ളൂ. ഇത് പിന്നെ അത് എങ്ങോട്ട് ആക്ട് ചെയ്യുന്നത്? വെർട്ടിക്കൽ ഡൗൺവേർഡ്സിലേക്കാണ് അത് വീടുന്നത്. വെർട്ടിക്കൽ ഡൗൺവേർഡ്സ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം. ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ ലോ കൺസർവേഷൻ എന്താണെന്ന് എഴുതുക. 1 മാർക്ക് ക്വസ്റ്റ്യൻ. ഡെറൈവ് ചെയ്ത റിലേഷൻ കണക്റ്റിംഗ് ടോർക്ക് ആൻഡ് ആംഗുലർ മൊമെൻറ്റം. ശരി ടഫാണ്. എന്ന് വെച്ചാൽ ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ തീരെ നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും. പക്ഷേ ഇത് നമുക്ക് അറിയായിരിക്കും. ഈ 1 മാർക്ക് നമ്മളെ കയ്യിൽ സേഫ് ആയിരിക്കും. അത്യാവശ്യം 90%. ടോർക്കും ആംഗുലർ മൊമെൻറ്റും, ടോയും ആംഗുലർ മൊമെൻറ്റും എല്ലാം തമ്മിലുള്ള റിലേഷൻ അറിഞ്ഞിരിക്കും. ടോയും എല്ലാം തമ്മിലുള്ള റിലേഷൻ അറിയാമെങ്കിൽ മാത്രം ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണിത്. ഓക്കെ, നമുക്ക് നോക്കാം. ഇപ്പം എന്താണ് ആംഗുലർ മൊമെൻറ്റം? എന്താണ്? അൺലെസ് ആൻ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്റ്റഡ് അപ്പോൺ ദ ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം മീൻസ് റിമൈൻസ് കോൺസ്റ്റന്റ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, അതാണ് അതിൻ്റെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം. അത് നിൽക്കട്ടെ. ഡെറൈവ് ദ ഇക്വേഷൻ ഫോർ ടോർക്ക് ആൻഡ് ആംഗുലർ മൊമെൻറ്റം. ആംഗുലർ മൊമെൻറ്റം എങ്ങനെ ഡിനോട്ട് ചെയ്യുന്നത്? L = R × P ആണ്. മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ ലീനിയർ മൊമെൻറ്റം. ഇത് ഡിസ്റ്റൻസ്, ഇത് ആംഗുലർ മൊമെൻറ്റം. ഇത് തമ്മിലുള്ള ഇക്വേഷൻ കണ്ടുപിടിക്കുന്നത് തന്നെ നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ നമ്മൾ എഴുതി. എന്നിട്ട് ഇതിനെ നമ്മൾ dL/dt ഡിഫറൻഷ്യേറ്റ് ചെയ്യും. d/dt ഓഫ് R × P എന്ന് എഴുതാം. അപ്പോൾ ഇങ്ങനൊരു ലോയ്ക്കകത്ത് എന്താ? ഇങ്ങനൊരു ലോ വരുമ്പോൾ എന്താ? R × dP/dt നമ്മൾ എഴുതിയിട്ട് പ്ലസ് P × dR/dt. നമ്മൾ അതാണ് ഇതിൻ്റെ ഇക്വേഷൻ. ഇങ്ങനെ ആദ്യം ഒരെണ്ണം ഇട്ടിട്ട് ബാക്കി ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് പ്ലസ് മറ്റേത് ഇട്ടിട്ട് അടുത്ത ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ ഇക്വേഷൻ അങ്ങനെയാണ്. ഇതെങ്ങനെ? ഇനിയിപ്പോൾ ഇതെന്താ ചെയ്യുന്നത്? അപ്പോൾ dL/dt = R × F = τ. ഇതാണ് ഇക്വേഷൻ. കിട്ടിയല്ലോ. നമ്മളിതെങ്ങനെയാണ് ടോർക്ക് ആംഗുലർ മൊമെൻറ്റവും ലീനിയർ മൊമെൻറ്റും തമ്മിലുള്ള റിലേഷനാണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്. L = R × P. ആ ഡെറിവേഷൻ നിന്ന് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടാണ് എന്തായിരിക്കുന്നത്? ടോയിലേക്കുള്ള റിലേഷൻ കണ്ടെത്തുന്നത്. ഇത് എഴുതി വെക്കുകയാണ് 2 മാർക്ക്. അറിയുന്നവർ മാത്രം ചെയ്യുക. ഇത് അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അറിയാത്തവർ സ്കിപ്പ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ തന്നെയാണ് ഇത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഡെറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ എസ്കേപ്പ് വെലോസിറ്റി ഓഫ് ദ പ്ലാനറ്റ്. ദ എസ്കേപ്പ് സ്പീഡ് ഓഫ് ഫ്രം മൂൺ ഈസ്. എന്താണ് എസ്കേപ്പ് വെലോസിറ്റി? വാട്ട് ഈസ് എസ്കേപ്പ് വെലോസിറ്റി? നമ്മൾ ISROയുടെയൊക്കെ ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചതും എല്ലാം കണ്ടതല്ലേ. എന്താണ് എസ്കേപ്പ് വെലോസിറ്റി? ഒരു പ്ലാനറ്റ് അല്ലെങ്കിൽ ഒരു പ്ലാനറ്റ് നമ്മളൊരു പ്ലാനറ്റ് അല്ലെങ്കിൽ ഒരു പ്ലാനറ്ററി ബോഡി, എർത്ത്, മാസ്, മൂണെല്ലാം ബോഡീസാണ്. അപ്പോൾ ഇതിനെല്ലാം ഒരു ഗുരുത്വാകർഷണം, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, ഗ്രാവിറ്റേഷണൽ പുള്ളുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എസ്കേപ്പ് ആയാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ സ്പേസിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഭൂമിക്ക് തന്നെ ഒരു സ്പീഡാണ്. ഭൂമിയുടെ എസ്കേപ്പ് വെലോസിറ്റി ആണിത്. എസ്കേപ്പ് വെലോസിറ്റി ഓഫ് എർത്ത് ആണ് എന്ത്? വെലോസിറ്റി ഓഫ് എർത്ത് ആണ് 11.188 കിലോമീറ്റർ. ഒരു ബോഡി സെക്കൻഡ് ഇത്ര km/h സഞ്ചരിച്ചാൽ മാത്രമേ ഭൂമിയുടെ ഗുരുത്വാകർഷണ പുറത്ത് കടന്ന് എന്താണ് ഔട്ടർ സ്പേസിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് അതിൻ്റെ ക്വസ്റ്റ്യൻ. അപ്പം ഒരു പ്ലാനറ്റിൻ്റെ എന്ത് ആയിക്കോട്ടെ, ഒരു പ്ലാനറ്റിൻ്റെ എസ്കേപ്പ് വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ ഡെറൈവ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. എങ്ങനെ ഡെറൈവ് ചെയ്യുക? എന്തിൻ്റെ കൺസെപ്റ്റ്? നമ്മുടെ ഇവിടെ ടോട്ടൽ എനർജി ഷുഡ് ബി കൺസേർവ്ഡ് അല്ലേ. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി അറ്റ് സർഫസ്. പൊട്ടൻഷ്യൽ നമ്മളിവിടെ പോകണം ഔട്ടർ സ്പേസിലേക്കല്ലേ പോകേണ്ടത്. ഇൻഫിനിറ്റിയിലും സെയിം ആയിരിക്കും, കൺസേർവ്ഡ് ആയിരിക്കും. അപ്പോൾ എന്താ പൊട്ടൻഷ്യൽ എനർജി യു എന്ന ഇക്വേഷൻ എന്താ? -GMM/r. റേഡിയസ് ഇവിടെ ക്യാപിറ്റൽ കൊടുക്കേണ്ടത്. കാരണം എന്താ?
പ്ലാനറ്റിൻ്റെയൊക്കെ റേഡിയസ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ ക്യാപിറ്റൽ ആറാണ് കൊടുക്കേണ്ടത്. കൈനറ്റിക് എനർജി ഇക്വേഷൻ എന്താ? ഹാഫ് എം വി സ്ക്വയർ. ഇതെടുത്ത് നമ്മൾ ഇതിലേക്ക് ഇക്വേറ്റ് ചെയ്യും. ഈ യുവും ഇത് യുവിൻ്റെ സ്ഥാനത്തും ഇത് കെയുടെ സ്ഥാനത്ത് നമ്മൾ ഇക്വേറ്റ് ചെയ്യും. അപ്പോൾ ഇക്വേറ്റ് ചെയ്യാൻ നോക്കാം. കിട്ടി നോക്കാം നോക്കിയോ. മൈനസ് ജി എം ബൈ ആർ പ്ലസ് ഹാഫ് എം വി സ്ക്വയർ ഈക്വൽ ടു 0. അപ്പോൾ വി ഈസ് ഈക്വൽ ടു √2 GM ബൈ ആർ എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇതിൽ നിന്ന് നമുക്ക് വേറൊരു ഇക്വേഷനിലേക്ക് എത്താം. അതിൻ്റെ ഇതാണ് ഇതാണ് നമ്മൾ മെയിൻ ഇക്വേഷൻ. എസ്കേ വെലോസിറ്റി ഇക്വേഷൻ വി ഈസ് ഈക്വൽ ടു, ഇതാണ് മെയിൻ ഇക്വേഷൻ. ഇതാണ് വി ഈസ് ഈക്വൽ ടു 2 GM സ്മാൾ എം ബൈ ആർ. ഇതാണ് മെയിൻ ഇക്വേഷൻ. ഇതാണ് എസ്കേ വെലോസിറ്റി ഇക്വേഷൻ. പക്ഷേ ഇതിന് ഒരു ഇക്വേഷൻ ഉണ്ട്. ഇതിനുള്ള നമ്മൾ വേറൊരു ഇക്വേഷൻ ഉണ്ട്. വി ഈസ് ഈക്വൽ ടു നമ്മൾ എസ്കേ വെലോസിറ്റി, ഒരു പ്ലാനറ്റിൻ്റെ എസ്കേ വെലോസിറ്റി ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വി ഈസ് ഈക്വൽ ടു √2 GM ബൈ ആർ. ഈ ഇക്വേഷനാണ് നമ്മൾ പഠിച്ചിരിക്കുന്ന ഇക്വേഷൻ. ഈ എസ്കേ വെലോസിറ്റി ഇക്വേഷൻ എന്താ? എസ്കേ വെലോസിറ്റി ഇക്വേഷൻ ഇതാണ് എസ്കേ വെലോസിറ്റി ഇക്വേഷൻ. ഇതിന് ഇതിപ്പോൾ ചോദിച്ചിട്ട് ഫൈനൽ എക്സാം ചോദിക്കുക എന്ന് പറഞ്ഞാൽ ഈ എസ്കേ വെലോസിറ്റി നമ്മൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി തമ്മിലുള്ള റിലേഷൻ ചോദിക്കാം. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ ജി ഈസ് ഈക്വൽ ടു GM ബൈ ആർ എന്നുള്ളൊരു ഇക്വേഷൻ നമുക്കറിയാം. ഇതെടുത്ത് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ വി ഈസ് ഈക്വൽ ടു √2GR എന്ന് എടുക്കാൻ പറ്റും. ഇതും ഒരു ക്വസ്റ്റ്യൻ ആണ്. കിട്ടിയല്ലോ. ഇതെങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? ഈ 2GM ബൈ ആർ സ്ക്വയർ വരെ 2GM ബൈ ആർ സ്ക്വയർ ഇടുമ്പോൾ എന്താ ഒരു 6 മോളിൽ പോകും. അതാണിത് 2 √2GR. കിട്ടിയല്ലോ. ഇതാണ് രണ്ട് ഇക്വേഷൻസ്. എസ്കേ വെലോസിറ്റി ഓഫ് ദ പ്ലാനറ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ വി ഈസ് ഈക്വൽ √2GM ബൈ ആർ. ഇതന്നെയാണ് ഇക്വേഷൻ. വേറെ സബ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ വി ഈസ് ഈക്വൽ √2GR. ആ പ്ലാനറ്റിൻ്റെ റേഡിയസ് ഇൻറ്റു 2 ഇൻറ്റു അവിടുത്തെ ഗ്രാവിറ്റേഷൻ പുൾ എത്രയാണോ അത് ആണ് അതിൻ്റെ ഇക്വേഷൻ. ഓക്കെ, കിട്ടിയല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. മൂണിൻ്റെ എസ്കേ വെലോസിറ്റി എത്ര? ഇറ്റ് ഈസ് 2.3 km/s. ഇത് അറിഞ്ഞവർ മാത്രമേ 1 മാർക്ക് എടുത്തോളൂ. ഇത് കാണാൻ ഫാക്റ്റാണ്, വേറൊരു ഫാക്റ്റാണ്, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. km/s. എർത്തിൻ്റെ എസ്കേ വെലോസിറ്റി എത്ര? 1.18 km/s. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്താണ്? അത് 1 മാർക്കിൽ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 0th ലോ ഉണ്ട്, ഫസ്റ്റ് ലോ ഉണ്ട്. ആണ് ഫസ്റ്റ് ലോ എഴുതി വെച്ചാൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്നാണ് ഈ ഫസ്റ്റ് ലോ പറയുന്നത്. എനർജി ക്യാൻ നെതർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. അതൊക്കെ ഇപ്പം ഈ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിലേക്ക് വരുമ്പോൾ എന്താ, നമ്മളൊരു ബോഡിയിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്താ, ആ ഹീറ്റ് ആ ബോഡിയുടെ ഇൻറ്റേർണൽ എനർജി കൂട്ടാനും ഒരു എക്സ്റ്റേണൽ വർക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. അതാണ് എൻ്റെ കൺസെപ്റ്റ്. അത് വേർഡ്സിലേക്ക് എഴുതി വെച്ചാൽ മതി. എന്താണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്? ദ എമൗണ്ട് ഓഫ് ഹീറ്റ് ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ ഹീറ്റ് ഗിവൺ ചെയ്യുമ്പോൾ ആ ഹീറ്റ് എന്തിനേക്കാണ് ട്രാൻസ്ഫർ ആവുന്നത്? ഇറ്റ് ഡിസ്ട്രോയ് ചെയ്ത് പോവുകയോ ഒന്നും ചെയ്യുന്നത്, ഇത് ജസ്റ്റ് ചേഞ്ചസ് ഇസ് ഫോം. ആ ഹീറ്റ് എന്ത് ചെയ്യുക? സിസ്റ്റത്തിൻ്റെ ഇൻറ്റേർണൽ എനർജി കൂട്ടാനും ഒരു എക്സ്റ്റേണൽ വർക്ക് ഡൂ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. ആ തിയറിയാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. കിട്ടിയല്ലോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ 1 mole ഓഫ് എ മോണോ അറ്റോമിക് 1 mole അവഗോട്ടർ നമ്പറൊക്കെ ഓർമ്മ വരിക. അത് മോണോ അറ്റോമിക് ഡീൽ ഐഡിയൽ ഗ്യാസ് ഈസ് ടേക്കൺ ത്രൂ പ്രോസസ് ഓഫ് 50 degrees Celsius. ടെമ്പറേച്ചർ എത്ര? 50 degrees Celsius. ഫൈൻഡ് ദ വർക്ക് ഡൺ ഡ്യൂറിങ് ദ പ്രോസസ്. ഒരു ഗ്രാഫ് കൊണ്ടാണ് പഠിപ്പിച്ചേക്കാണ്. ഇതൊരു സിമ്പിൾ ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ അറിഞ്ഞാൽ ഡയറക്റ്റായിട്ട് കിട്ടുന്നൊരു ക്വസ്റ്റ്യൻ ആണത്, ഉത്തരമാണ്. പക്ഷേ ഇത് തന്നിരിക്കുന്നത് എന്തിനാണ്? ഇതെന്തിനാണ് തന്നിരിക്കുന്നത്? നമ്മൾ ഇതിൽ നിന്ന് ആ ഇക്വേഷനകത്ത് വേണ്ട ഈ വോളിയം, ഈ V2/V1, അത് നമ്മൾ ഇതിൽ നോക്കി പിക്ക് ചെയ്യണം. അത് മാത്രം അത് നോക്കി പിക്ക് ചെയ്യാനുള്ളൊരു ചെറിയൊരു ലോജിക് കോമൺ സെൻസ് കാണിച്ച് ഈ ക്വസ്റ്റ്യൻ കിടക്കാം. അതിൻ്റെ ഇക്വേഷൻ എന്താണ്? W is equal to mu RT into log V2/V1. ഇതിപ്പോൾ 1 കാരണം മോണോ അറ്റോമിക് എന്ന് പറയുന്നുണ്ട്. എത്ര? എത്ര? 8.3. ആറിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 8.3. അത് നമ്മൾ പഠിക്കണം. ടെമ്പറേച്ചർ 50 degrees Celsius. ലോഗ് വോളിയം ചേഞ്ച് എത്ര? V2 40 നിന്ന് 20 പോകേണ്ടത്. 40/20. കേക്കർ അടിച്ചു കൊടുക്കുക, ഉത്തരം എഴുതുക. ഇതാണ് അതിൻ്റെ ഉത്തരം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ എന്നാൽ ഇച്ചിരി ടഫാണ്. കാരണം മെയിൻ ക്വസ്റ്റ്യൻ രണ്ട് മാർക്കിൻ്റെ വലിയ പാർട്ട് വരുന്നത് ഇങ്ങനൊരു വലിയൊരു ഇക്വേഷനിലും ഗ്രാഫൊക്കെ നോക്കുമ്പോൾ നമുക്ക് ടെൻഷൻ ആവും. കാരണം നമ്മൾ എക്സാമിൻ്റെ അറ്റ്മോസ്ഫിയറിൽ ഇരിക്കുക, നമുക്ക് ടെൻഷൻ ആവുന്ന ക്വസ്റ്റ്യൻ ആണത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ റേഷ്യോ ഓഫ് ഇത് സെക്കൻഡ് വേൾഡിലെ സ്ട്രെയിൻ ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ചാപ്റ്ററാണ്. ആ ചാപ്റ്റർ മിസ്സാക്കുക. എൻ്റെ പൊസിഷൻ ഡയഗ്രാഫിൻ്റെ വെലോസിറ്റി ഡയഗ്രാഫിൻ്റെ ചാപ്റ്റർ പറഞ്ഞാൽ ഈ ചാപ്റ്ററിൽ ഒരു ക്വസ്റ്റ്യൻ മിസ്സാക്കരുത്. ഭയങ്കര പാവം പിടിച്ച പേപ്പറാണ്. സിമ്പിൾ ചാപ്റ്ററാണ്. ഈ ചാപ്റ്റർ മസ്റ്റ് ആയിട്ട് എഴുതണം.
മസ്റ്റ് ചെയ്യണം. ദ റേഷ്യോ ഓഫ് ഹൈഡ്രോളിക് സ്ട്രെസ് ടു വോളിയം സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? ബൾക്ക് മോഡുലസ്. അറിയാലോ, സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്താ? എക്സ് മോഡുലസ്. ഹൈഡ്രോളിക് സ്ട്രെസ് ടു വോളിയം സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? ബൾക്ക് മോഡുലസ്. അറിയാലോ. വാട്ട് ഈസ് ഇലാസ്റ്റോമർ? വാട്ട് ഈസ് ഇലാസ്റ്റോമർ? ഗീവ് എക്സാമ്പിൾ. എന്താണ് നമ്മൾ പഠിച്ചില്ലേ? ഹൂക്സ് ലോ നമ്മൾ പഠിച്ചില്ലേ? ഹൂക്സ് ലോ പഠിച്ചില്ലേ? ഹൂക്സ് ലോയിൽ എന്താ പറയുന്നത്? സ്ട്രെസ് ഡയലി പ്രൊപ്പോർഷൻ ടു സ്ട്രെയിന്, സ്ട്രെസ് ഡയലി പ്രൊപ്പോർഷൻ ടു സ്ട്രെയിന്, എന്താ ഇതൊരു കെ എന്ന പ്രൊപ്പോർഷൻ ഇട്ടുണ്ട്. ഈ ലോ ഹൂക്സ് ലോ ഒബേ ചെയ്യാത്ത മെറ്റീരിയൽസ് ആണ് ഇലാസ്റ്റോമേഴ്സ്. ഹൂക്സ് ലോ ഒബേ ചെയ്യാത്ത ഡസ് നോട്ട് ഒബേ ആണെന്ത്? ഇലാസ്റ്റോമേഴ്സ്. അപ്പോൾ എക്സാമ്പിൾ എന്തൊക്കെയാ? ഒരു നല്ല രീതിയിൽ നല്ല ലാർജ് സ്ട്രെയിൻ വെച്ചുകൊണ്ട് നല്ല രീതിയിൽ ഇലാസ്റ്റ് ചെയ്ത് പിടിക്കാൻ പറ്റുന്ന, ബ്രേക്ക് ആകാതെ പിടിക്കാൻ പറ്റുന്ന, നല്ലോണം സ്ട്രെയിൻസ് ആയി ഡീൽ ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസാണ് ഇലാസ്റ്റോമേഴ്സ്. ഹൂക്സ് ലോ ഒബേ ചെയ്യുന്നില്ല. അതിൻ്റെ എക്സാമ്പിൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ റബ്ബർ, ഇലാസ്റ്റിക്, ടിഷ്യൂസ് ഓഫ് അയോട്ട. നമ്മുടെ അയോട്ട ബ്ലഡ് വെസലൊക്കെ എന്താണ്? ഇലാസ്റ്റോമറിൻ്റെ എക്സാമ്പിളാണ്. ഓക്കെ, അതാണ് കൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ദ ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ ബോഡി ഇൻ എ ടൈം ടി ഈസ് ഗിവൺ ബൈ എഫ് ഇസ് എ ടി സ്ക്വയർ പ്ലസ് ബി ടി. ഇത് കാണുമ്പോൾ അറിയാം, ഫസ്റ്റ് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ, യൂണിറ്റ് മെഷർമെൻറ്റിലെ ക്വസ്റ്റ്യാണ്. ഡയമെൻഷൻ ഫോമിൽ വെച്ചിട്ട് കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യാണ്. അപ്പം നോക്കാം. ഫൈൻഡ് ഡയമെൻഷൻ ഓഫ് എ ആണ്. ഇങ്ങനെയാണെങ്കിൽ എയുടെയും ബിയുടെയും ഡയമെൻഷൻ കണ്ടുപിടിക്കുക. സിമ്പിൾ ക്വസ്റ്റ്യൻ എഴുതി. ഈ ക്വസ്റ്റ്യൻ്റെ പ്രശ്നം വെച്ചാൽ നമ്മൾ മാത്സിലെ മെട്രിക്സ് കണക്കാണ്. ഈ ക്വസ്റ്റ്യൻ ചെയ്യാനോ കൺസെപ്റ്റ് വലിയ പാടില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് തെറ്റ്. ഇതിലെ ചതി ഇരിക്കുന്നത് എവിടെയാണ്? സ്റ്റെപ്പ് ശ്രദ്ധിച്ച് എഴുതിയില്ലെങ്കിൽ പൊട്ടത്തിനും വരും, തെറ്റ് പറ്റാം. ഇതാണ് ഈ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ചതി എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രസൻസ് ഓഫ് മൈൻഡ് ചെക്ക് ചെയ്യുന്ന ക്വസ്റ്റ്യാണ്. എല്ലാവർക്കും അറിയുന്ന ക്വസ്റ്റ്യാണ്, ചെയ്യാനുള്ള. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ എഴുതി വരുമ്പോൾ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ തെറ്റ്, ഒരു കൈ അബദ്ധം പറ്റാം. അതാണ് ഈ ക്വസ്റ്റ്യൻ ഇടുന്നത്. അപ്പോൾ ഒന്ന് നമുക്ക് എഴുതി നോക്കാം. ഫിസിക്കൽ ടു ഇത്. അപ്പോൾ ആ മിസ്റ്റേക്ക് ഒഴിവാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ആ മിസ്റ്റേക്ക് ഒഴിവാക്കാൻ നമ്മൾ മാക്സിമം സ്റ്റെപ്പ് എഴുതണം. സ്കിപ്പ് ചെയ്ത് ഇടയ്ക്ക് സ്റ്റെപ്പ്, നമ്മൾ മൈൻഡ് കണക്ക് സ്കിപ്പ് ചെയ്ത് എഴുതാൻ നോക്കരുത്. എല്ലാ സ്റ്റെപ്പും എഴുതുക. ഇങ്ങനത്തെ ലെങ്തി ചെയ്ത ക്വസ്റ്റ്യൻസ് എന്താ? എല്ലാ സ്റ്റെപ്പും എഴുതി നോക്കും. അപ്പോൾ നമ്മൾ ആക്യുറസി കൂടും, നമുക്ക് തെറ്റ് പറ്റില്ല. തെറ്റ് വരുന്നതൊക്കെ എങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത്? മാക്സിമം സ്റ്റെപ്പ് എഴുതുക, എല്ലാ സ്റ്റെപ്പും എഴുതുക, സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാതിരിക്കുക. അങ്ങനെയാണ് അതിൻ്റെ ആക്യുറസി കൂട്ടുക. ഇപ്പോൾ എഫിൻ്റെ ഫോഴ്സിൻ്റെ ഡയമെൻഷൻ ഫോമിൽ എന്താ? ഫോഴ്സ് ഇക്വൽ ടു ml/t raised to -2. അപ്പോൾ എന്താ? ml/t raised to -2 AT² പ്ലസ് BT. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്താ? ഇൻഡിവിജ്വൽ എടുത്ത് നമ്മൾ ഇത് ചെയ്യുക. ഇപ്പോൾ ml/t raised to -2 ഈസ് ഈക്വൽ ടു AT² -2. ഇവിടെ നിന്ന് ഇത് പോകുമ്പോൾ ഇത് എപ്പുറത്ത് പോകുമ്പോൾ എന്താ? A ഈസ് ഈക്വൽ ടു ml/t raised to -4 എന്നിട്ട് എയുടെ ഡയമെൻഷൻ എന്നിട്ട് ml/t raised to -4. ഇത്ര ഓക്കെ അല്ലേ? ഇത്ര ഓക്കെ അല്ലേ? കിട്ടണം ഏട്ടാ. നോക്കാം, ബാക്കി നോക്കാം. ഇനി അടുത്ത ബിയുടെ അപ്പോൾ എങ്ങനെ എഴുതും? ബിയുടെ നമ്മൾ എങ്ങനെ എഴുതുന്നത്? ബി ഈസ് ഈക്വൽ ടു ml/t raised to -2 ഈക്വൽ ടു BT എഴുതും. അപ്പോൾ എന്താ? ഇത് എപ്പുറത്ത് പോകുമ്പോൾ എന്താ? 3 ആവും. ഇവിടെ പോകുമ്പോൾ എന്താ? ബി ഈസ് ഈക്വൽ ടു ml/t raised to -3 എന്നാവും. ഇതാണ് ബിയുടെ ഡയമെൻഷൻ. ml/t raised to -3 കിട്ടിയല്ലോ. എയും ബിയും കിട്ടിയല്ലോ. ജസ്റ്റ് ഇക്വേറ്റ് ചെയ്താൽ മതി. എന്താ ഇവിടെ നമുക്ക് പറ്റുന്നത്? നമുക്ക് കയ്യബദ്ധം പറ്റൊരു മിസ്റ്റേക്ക് ഉണ്ടാവും. അതാണ് അതിൻ്റെ പ്രശ്നം. അടുത്തത് ഇതേ സെയിം കൺസെപ്റ്റ്. പ്രഷർ പി ഓഫ് എ ലിക്വിഡ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഹൈറ്റ് ഡിപ്പെൻഡ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിപ്പെൻഡ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. പി എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? പി ഡിപ്പെൻഡ്സ് ഓൺ എന്താ? ഹൈറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ് ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് പറയുന്നുണ്ട്. ഡെറിവ് ഇക്വേഷൻ ഫോർ പ്രഷർ ബേസ്ഡ് ഓൺ ഡയമെൻഷൻ. ഇത് വെച്ചിട്ട് ഡയമെൻഷൻ ഫോമുല വെച്ചിട്ട് എന്താ ഡെറിവ് ചെയ്യാൻ പറഞ്ഞേക്കോ. സിമ്പിൾ ക്വസ്റ്റ്യൻ എഴുതി തകർത്താൽ മാത്രം മതി. ഇത് നമ്മൾ എഴുതി. അപ്പോൾ ഈ ചിഹ്നം മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യും? ഒരു കോൺസ്റ്റൻറ്റ് വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. K ഇൻറ്റു റോ H റേസ് ടു A റോ റേസ് ടു B G റേസ് ടു C നമ്മൾ എഴുതും. ഓക്കെ, പ്രഷറിൻ്റെ ഇക്വേഷൻ എന്താ? പ്രഷർ ഈക്വൽ ടു എന്താ? ഫോഴ്സ് ബൈ ഏരിയ അല്ലേ? ഫോഴ്സ് എന്താ? ml/t raised to -2. ഏരിയ എന്താ? L². എല്ലും വെട്ടിപ്പോ. അപ്പോൾ m raised to L raised to -1 T raised to -2 ആണ് പ്രഷറിൻ്റെ ഇക്വേഷൻ. അപ്പോൾ അതെടുത്ത് നമ്മൾ ഇവിടെ കൊടുക്കുക. പ്രഷർ ഈക്വൽ ടു എന്താ? m raised to L raised to -1 T raised to -2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇനി H, Kക്ക് ഡയമെൻഷൻ ഇല്ലേ? കോൺസ്റ്റൻ്റ് അല്ലേ? നമ്മൾ കുറച്ച് ഇങ്ങോട്ട് ആയിപ്പോയി. H എന്താ? H ഒരു ലെങ്ത് ആണ്, L ആണ്, L raised to ആണ്. റോ എന്ന് പറഞ്ഞാൽ എന്താ? റോ ഡെൻസിറ്റി ആണ്. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ?
മാസ് ബൈ വോളിയം. മാസ് ബൈ വോളിയം എന്താ? ml⁻³ ml⁻³ ദ ഹോൾ റേസ്റ്റ് ബി. പിന്നെന്താ ജി. ഗ്രാവിറ്റേഷൻ എന്താ? ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്താണ്? ആക്സലേഷൻ തന്നെയാണ്. അപ്പോൾ LT⁻² ദ ഹോൾ റേസ്റ്റ് സി. ഇപ്പോൾ എന്തൊക്കെ വരും? നമ്മൾ ഒരു ഓർഡറിലൊക്കെ എഴുതാം. L⁻1 T⁻², K L⁻A, M⁻B, L⁻³ കുത്ത് എന്നിട്ട് എന്താ L⁻C, ഇവിടെ C ഉണ്ട്, T⁻². ഇതെന്ത് ചെയ്യണം? ഇതെല്ലാം ഓർഡറിലാക്കിയിട്ട് ഒരേ ബേസ് വരുന്നത്, ഒരേ എം എന്ന ബേസ് രീതിയിലാക്കിയിട്ട് ഇക്വേഷൻസ് എഴുതിയിട്ട് സോൾവ് ചെയ്യുക. ഇത് നമുക്ക് ഞാൻ അതിലേക്ക് പോകുന്നില്ല, ലാസ്റ്റ് ഇക്വേഷൻ എഴുതുന്നുള്ളൂ. ഇനി എന്താ ഇത് നമ്മളെന്താ ഒരേ കണക്കത്തുള്ള രീതി ചേർത്ത് എഴുതിയിട്ട് LHS RHS ഇക്വേറ്റ് ചെയ്താൽ മാത്രം മതി. ജസ്റ്റ് ഇക്വേറ്റ് ചെയ്ത് സ്റ്റെപ്പ് ചെയ്താൽ മാത്രം മതി. പിന്നെ ലാസ്റ്റ് ഇക്വേഷൻ എഴുതുവാണ് P = ρGH എന്ന് കിട്ടും. 111 തന്നെ കിട്ടും. നമുക്കറിയാമല്ലോ പ്രഷർ =ρGH, P അഡ്വാൻസ്ഡ് പ്രഷർ പ്ലസ് ρGH നമ്മൾ പഠിച്ചല്ലോ നേരത്തെ. P ρGH നമുക്ക് കിട്ടും. അത് ഡെറിവേഷനിലേക്ക് എഴുതുക. ഉത്തരം സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. കൺഫ്യൂഷനായിട്ട് ടെൻഷൻ അടിച്ച ക്വസ്റ്റ്യൻ തെറ്റിക്കാതിരിക്കുക. ക്ഷമയോടെ എല്ലാ സ്റ്റെപ്പും എഴുതിയെടുക്കുക. എല്ലാ സ്റ്റെപ്പും ക്ഷമയോടെ ഇത്തിരി സ്പീഡിൽ എഴുതിയെടുത്താൽ കൈ കിട്ടുന്നതാണ്. ഈ 3 മാർക്ക് കിട്ടും. 4 മാർക്ക് ഓക്കെയാണ് ഈ പേപ്പർ. അടുത്തത്, ഡ്രോ ദ വെലോസിറ്റി ഡയഗ്രം ഓഫ് ദ ബോഡി ഹാവിംഗ് ഇനിഷ്യൽ വെലോസിറ്റി V0 ആൻഡ് ആക്സലറേഷൻ. വീണ്ടും പറയുകയാണ്. ആ ചാപ്റ്ററിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വിടരുത്. വെലോസിറ്റി ഡയഗ്രാഫ്, പൊസിഷൻ ഡയഗ്രാഫ്, ആക്സലറേഷൻ ഡയഗ്രാഫ്, ഇതിൻ്റെ എല്ലാം ഡിഫറെൻറ്റ് ഡയഗ്രാംസ് വരച്ച് പഠിക്കുക. സ്ലോപ്പ് ഏരിയ അത് ഡിനോട്ട് ചെയ്യുന്ന രീതിയിൽ പഠിക്കുക. എന്താണ് ഡ്രോ ദ വെലോസിറ്റി ഡയഗ്രാഫ് ഓഫ് ദ വെലോസിറ്റി? എന്താണ് വെലോസിറ്റി ഡയഗ്രാഫ്? ഒരു ഇനിഷ്യൽ ഇങ്ങോട്ട് വരിക, ഒരു ഇനിഷ്യൽ വെലോസിറ്റി. ഇത് വെലോസിറ്റി ഡയഗ്രാഫ്. ഇനിഷ്യൽ വെലോസിറ്റി എന്താ? ഇവിടെ 0 ആണ്, 0 വെലോസിറ്റിയാണ്. ഇനിഷ്യൽ വെലോസിറ്റി V0 ഉണ്ട്. ഇനിഷ്യൽ വെലോസിറ്റി ആക്സലറേഷൻ, ഇത് ആക്സലറേഷൻ. ഇതാണ് അതിൻ്റെ ഡയഗ്രാം. 1 മാർക്ക് കിട്ടിയ ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഡെറൈവ് V = U+80, S = U. ഇത് ഡെറൈവ് ചെയ്യുക. V = U+80. സിമ്പിൾ ഡെറിവേഷൻ ആണ്. പഠിക്കുക. ഇത് പഠിക്കാതെ പോകരുത്. ഇതിൻ്റെ ഡെറിവേഷൻ പഠിക്കുക. സിമ്പിൾ ഡെറിവേഷൻ ആണ്. നമുക്ക് ജസ്റ്റ് ഓടിച്ച് പറയാം. സിമ്പിൾ ഡെറിവേഷൻ. ഇത് പഠിക്കാതെ പോകരുത്. നോക്കാം. ക്ലാസ് നമ്മൾ നല്ല രീതിയിൽ പഠിക്കാൻ ഡിസ്കസ് ചെയ്ത ഒരു ചാപ്റ്ററാണ്, പോർഷനാണ്. നോക്കാം. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. നമ്മൾ ഇനിഷ്യൽ ആക്സലറേഷൻ ഡയഗ്രാം നമ്മൾ വരച്ചല്ലോ. ഓക്കെ. ആ ഡയഗ്രാം വെച്ച് തന്നെയാണ് നമ്മൾ ഡെറൈവ് ചെയ്യാൻ പോകുന്നത്. നോക്കിക്കോ. ഇനിഷ്യൽ വെലോസിറ്റി ഉണ്ട്, V0 വെലോസിറ്റി ഡയഗ്രാഫ്. ഓക്കെ. ഫസ്റ്റ് V = U+80 എന്ന് പറഞ്ഞാൽ എന്താ? ഇത്ര ഏരിയ ഉണ്ട്. നമ്മളിവിടെ പഠിച്ചത് ഇത്രയും ഏരിയ ഉണ്ട്. അതിനകത്ത് എന്താ പറയുന്നത്? സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? സ്ലോപ്പ് ആക്സലറേഷൻ നൽകുക. സ്ലോപ്പാണ് ആക്സലറേഷൻ. സ്ലോപ്പ് എങ്ങനെയാണ് പിടിക്കുന്നത്? സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് Y/X എന്നാണ് പറഞ്ഞിരിക്കുന്നത്. Y/X ΔV ഈ ചേഞ്ച്, ഇത് X ആക്സലറേഷൻ. ഇതാണ് ഗ്രാഫ്. ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പ് ആണ് നൽകുന്നത് എന്ത്? ആക്സലറേഷൻ നൽകുന്നത്. അപ്പോൾ ആക്സലറേഷൻ = ΔV/T. ആക്സലറേഷൻ എന്താ? V - U/T. V = U+80. ഫസ്റ്റ് ഇക്വേഷൻ കിട്ടിയല്ലോ. സെക്കൻഡ് ഇക്വേഷൻ നോക്കാം. സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ എന്താ? ഈ സ്ലോപ്പിൻ്റെ ഏരിയ മാത്രം എടുക്കുക. സ്ലോപ്പ് ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പ് മാത്രം കണ്ടുപിടിച്ചാണ് ആക്സലറേഷൻ കണ്ടുപിടിച്ചത്. ഇനി വെലോസിറ്റി ഡയഗ്രാഫിൻ്റെ ഏരിയ എന്താ നൽകുന്നത്? ഏരിയ ഡിസ്പ്ലേസ്മെൻറ്റ് നടക്കുന്നത്. വെലോസിറ്റി ഡയഗ്രാഫിൻ്റെ സ്ലോപ്പ് നൽകുന്ന ആക്സലറേഷൻ. അത് വെച്ചാണ് നമ്മൾ ഫസ്റ്റ് ഡെറിവേഷൻ ചെയ്തത്. വെലോസിറ്റി ഡയഗ്രാഫിൻ്റെ ഏരിയ നൽകുന്ന ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഇവിടെ ഇപ്പോൾ എന്താണ്? ഇതാണ് നമ്മുടെ ഗ്രാഫ്. 2 ഏരിയ ഉണ്ട്. അത് കവർ ചെയ്യുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ഇത്രയാണ്. ഈ ഏരിയയിൽ എന്താ? ഒരു ട്രയാങ്കിളും ഉണ്ട്, ഒരു റെക്റ്റാങ്കിളും ഉണ്ട്. ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്പ്ലേസ്മെൻ്റ് ആണ് അവിടുത്തെ ഏരിയ ആണ് ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഏരിയ കണ്ടുപിടിക്കുന്നത് S = എന്താ? ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ ഇൻറ്റു ഏരിയ ഓഫ് ട്രയാങ്കിൾ. ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? L × B, ഇത് ഇൻറ്റു ഇത്. അപ്പോൾ T ഇത്ര എന്താ? ഇനിഷ്യൽ വെലോസിറ്റി അല്ലേ. അപ്പോൾ U × T, UT പ്ലസ് ട്രയാങ്കിളിൻ്റെ ഏരിയ എന്താ? ½ BH². ഹാഫ് ഇൻറ്റു ബേസ് എത്ര? ½ T ഇൻറ്റു മോൾ ½ S = UT പ്ലസ് ½ AT². ഇത് ഈ ഏരിയ, ഈ സ്ലോപ്പ് എടുക്കുന്നത് ഈ ആക്സലറേഷൻ ആണ് എടുക്കുന്നത്. ½ BH എന്ന് കിട്ടും, V - U എന്ന് കിട്ടും, ½ A എന്ന് കിട്ടും. ആക്സലറേഷൻ ആണ് ആ സംഭവം എടുത്ത് V - U എന്ന് കിട്ടും ആ ഏരിയ. ഓക്കെ. ഇനി എന്താണ് ഇവിടെ നിന്ന് സംഭവിച്ചത്? ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ പ്ലസ് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ പ്ലസ് ട്രയാങ്കിളിൻ്റെ ഏരിയ. റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്താണ്?
ലെങ്തിൻ്റെ പെടുത്ത്. അപ്പം ടി ഇനിഷ്യൽ വെലോസിറ്റി യു ഇൻറ്റു ടി ഇത്രയും ഓക്കെ അല്ലേ? ഇനി ഇതെന്താ ഹാഫ് ബി എച്ചിലേക്ക് എന്താ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് എത്ര? ഈ ഹൈറ്റ്. ആ ഹൈറ്റ് എന്താ വി മൈനസ് യു ആണ്. ഈ വി മൈനസ് യു എന്ന് പറഞ്ഞാൽ എന്താ? വി സ്ക്വയർ യു പ്ലസ് 80 അല്ലേ? വി മൈനസ് യു എന്ന് പറഞ്ഞാൽ എന്താ? 80 അല്ലേ? ഈ 80 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ? എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് 80 സ്ക്വയർ എന്ന് കിട്ടും. യു ടി പ്ലസ് ഹാഫ് 80 സ്ക്വയർ എന്ന് കിട്ടും. സിമ്പിൾ ഡെറിവേഷൻ നമ്മൾ ക്ലാസ്സിൽ നല്ല രീതിയിൽ പാട്ടും പഠിപ്പിച്ച പാട്ട് പാടുന്ന പോലെ പഠിപ്പിച്ച പോർഷൻ ആണ് ഇത്. സിമ്പിൾ ഡെറിവേഷൻ വി ഈക്വൽ ടു യു പ്ലസ് 80യും എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് 80 സ്ക്വയർ. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഇവിടെ റഫായിട്ട് ആയിരുന്നു, ഇവിടെ കൺസെപ്റ്റ് ഇവിടെ ഉണ്ട്, നോക്കിയാൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഡിറൈവ് ആൻ ഇക്വേഷൻ ഫോർ ദ പൊട്ടൻഷ്യൽ എനർജി. എന്തിൻ്റെയാണ് പൊട്ടൻഷ്യൽ എനർജി? സ്ട്രെച്ചഡ് സ്ട്രിങ്ങിൻ്റെ പൊട്ടൻഷ്യൽ എനർജി പിടിക്കുക. എന്താണ്? ഒരു സ്ട്രിങ് ഉണ്ട്, എന്താ അതിങ്ങനെ നമ്മളൊരു എക്സ് ഡിസ്റ്റൻസ് ഇവിടെ ഇങ്ങനെ വലിയുമ്പോൾ എന്താ അങ്ങനെ പോവും, കുറച്ച് ഡെൽറ്റ എക്സ് വരും എന്നുള്ള രീതിയിലുള്ള പോസ്റ്റ് നമ്മൾ പഠിച്ചാണ്. അപ്പോൾ ഇതിൻ്റെ സ്ട്രെച്ച് സ്ട്രിങ്ങിൻ്റെ ഫോഴ്സ് എഫ് ഈക്വൽ ടു മൈനസ് കെ എസ് നമുക്കറിയാം. ഇതിൽ നിന്ന് എന്താ നമ്മളത് പൊട്ടൻഷ്യൽ എനർജിയിലേക്കാണ് എടുക്കുന്നത്. പൊട്ടൻഷ്യൽ എനർജിയിലേക്ക് വരുമ്പോൾ എന്താണ്? വർക്ക് ഡൺ അഗൈൻസ്റ്റ് ദ ടെൻഷൻ ഓഫ് ദ സ്പ്രിംഗ് എന്നാണ് നമുക്കറിയാം. നമുക്ക് അതിൽ നോക്കാം, കാര്യം നമുക്ക് നോക്കാം. വർക്ക് ഡൺ ഈക്വൽ ടു ഡി ഡബ്ല്യു ഈക്വൽ ടു എഫ് ഡി എക്സ്. സ്പ്രിങ്ങിൻ്റെ ഫോഴ്സ് എത്ര? മൈനസ് കെ എക്സ് ഡി എക്സ് ഈക്വൽ ടു, കാരണം എന്താ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് ടെൻഷൻ നടക്കുന്നത്, ഫോഴ്സ് അങ്ങോട്ട് പുൾ ചെയ്യുന്നതെല്ലാം നമുക്കറിയാം. മൈനസ് കെ ഡി എക്സ് അപ്പോൾ ഡി ഡബ്ല്യു. അപ്പോൾ ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കുക എന്താണ്? ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. മൈനസ് കെ എക്സ് ഡി എക്സ്. അപ്പം മൈനസ് ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ? ഇൻറ്റഗ്രേറ്റർ കെ എസ് ഡി എസ് എന്താ? എക്സ് സ്ക്വയറിൻ്റെ അപ്പോൾ എന്താ? ഡബ്ല്യു ഈസ് ഈക്വൽ ടു മൈനസ് കെ സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ കിട്ടും. ഇതാണ് വർക്ക് ഡൺ. പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ് ഇൻ ദ സ്ട്രെച്ചഡ് സ്ട്രിംഗ്. പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ് ഇൻ ദ സ്ട്രെച്ചഡ് സ്ട്രിംഗിൻ്റെ ഇക്വേഷൻ ഡബ്ല്യു ഈസ് ഈക്വൽ ടു മൈനസ് കെ സ്ക്വയർ എന്ന് കിട്ടും. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? എ ബോബ് ഓഫ് എ പെൻഡുലം. എന്താ ബോബ്? പെൻഡുലത്തിൻ്റെ ഒരു പെൻഡുലം എന്താണ്? ഒരു സിമ്പിൾ പെൻഡുലം എന്താണ്? ഒരു ഹാങ്ങിങ് ഏരിയ ഉണ്ട്, ഒരു സ്ട്രെച്ചഡ് സ്ട്രിംഗിനുണ്ട്, ചെറിയ സ്മാൾ. ഇതാണ് ബോബ്. ഈ ബോബ് ഈസ് റിലീസ്ഡ് ഫ്രം ഒരു ഹൊറിസോണ്ടൽ പൊസിഷനിൽ നിന്ന് റിലീസ് ചെയ്തു. ഇഫ് ദ ലെങ്ത് ഓഫ് ദ പെൻഡുലം, ഇതിൻ്റെ പെൻഡുലത്തിൻ്റെ ഡിസ്റ്റൻസ് 1.5 മീറ്റർ ആണ്. വാട്ട് ഈസ് ദ സ്പീഡ് വിത്ത് വെച്ച് ദ ബോബ് അറൈസ് അറ്റ് ദ ലോവർ മോസ്റ്റ്. ഇങ്ങനൊരു പൊസിഷനിൽ നിന്ന് ഇത് ഇങ്ങോട്ട് വിട്ട് ഹൊറിസോണ്ടൽ പൊസിഷനിൽ നിന്ന് അത് റിലീസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ അത് ലോവർ മോസ്റ്റ് പോയിന്റ് എത്തുമ്പോൾ എന്താ? അതിൻ്റെ 5% എനർജി ഡിസിപ്പേറ്റ് ചെയ്തത്, ഇനിഷ്യൽ എനർജി ഡിസിപ്പേറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ എൻ്റെ സ്പീഡ് കണ്ടുപിടിക്കാം. ഒന്നുകൂടെ പറഞ്ഞുതരാം. ഒരു പെൻഡുലുണ്ട്, 1.5 മീറ്റർ നീളത്തിൽ സ്ട്രിങ് ഉള്ള രീതിയിലൊരു പെൻഡുലുണ്ട്. അതിൻ്റെ ബോബിന് ഒരു ബോബൊക്കെ ഉണ്ട്, 1.5 മീറ്ററാണ്. അപ്പോൾ ഇത് ഹൊറിസോണ്ടൽ പൊസിഷനിൽ നിന്ന് നമ്മൾ റിലീസ് ചെയ്ത് ഇവിടുന്ന് റിലീസ് ചെയ്തു. ആ റിലീസ് ചെയ്യുമ്പം ഈ പൊസിഷനിൽ നിന്ന് ഇവിടെ എത്തുമ്പോഴത്തേക്ക് എന്താ? 5% എനർജി കുറഞ്ഞു, ടോട്ടൽ എനർജി കുറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇത് ഏത് സ്പീഡിലാണത്? വെലോസിറ്റി, അത് പോയ മൂവ് സ്പീഡ് എത്രയാണ് കണ്ടുപിടിക്കേണ്ടത്. സിമ്പിൾ ക്വസ്റ്റ്യൻ, നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് ഡയഗ്രം. ഇത് വന്നിട്ട് ഇതിപ്പോൾ 1.5 മീറ്ററിൻ്റെ ലെങ്ത്, അത് ഇവിടുന്ന് ഇങ്ങനെ ഇവിടെ 1.5 മീറ്റർ എത്തും. അപ്പോൾ ഈ ഒരു പൊസിഷൻ, ഹൊറിസോണ്ടൽ പൊസിഷനിൽ എന്താണ് സംഭവിക്കുന്നത്? അവിടെ പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, പി ഉണ്ട്, കെ ഇല്ല, കെ ഇ 0. ഇവിടെ എന്താ? പൊട്ടൻഷ്യൽ എനർജി 0, കൈനറ്റിക് എനർജി ഉണ്ട്. ഒരു ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയുടെ കൺസെപ്റ്റ് നമ്മൾ പഠിച്ചാണ്. ഇനി ഇവിടെ പി എന്ന് പറഞ്ഞാൽ എന്താ? യു ഇസ് ഈക്വൽ ടു എം ജി എച്ച് ഉണ്ട്. ഇവിടെ എന്താ? കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ ഉണ്ട്. എന്തോ പറയുന്നത്? ഈ പോർഷനിൽ നിന്ന് ഈ പോർഷനിലേക്ക് എത്തുമ്പോൾ എന്നാൽ 5% എനർജി ലോസ് ആയി ഡിസിപ്പേറ്റ് ആയി പോയെന്ന് പറയും. അപ്പം നമ്മൾ അതങ്ങ് എഴുതി വെച്ചാൽ മതി. അതങ്ങ് എഴുതി വെക്കുന്നത്. അപ്പം ഇവിടെ എന്താ ഉള്ളത്? ഇവിടുത്തെ 90% ഡിസിപ്പേറ്റ് ചെയ്യുന്നത് പറയുന്നത്. അപ്പം കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു 95% ഓഫ് പൊട്ടൻഷ്യൽ എനർജി. കാരണം എന്താ? ഇവിടെ പൊട്ടൻഷ്യൽ എനർജി 100% ഉണ്ട്. അവിടെ നിന്ന് ഇവിടെ എത്തിയപ്പോഴത്തേക്ക് എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജിയിലേക്ക് എത്തിയപ്പം എന്താണ്? 5% പോയി. ഒന്നുകൂടെ പറയാം, ഈ പൊസിഷനിൽ പൊട്ടൻഷ്യൽ എനർജി മാത്രമേ ഉള്ളൂ, കൈനറ്റിക് എനർജി 0 ആണ് ആ പൊസിഷനിൽ. കാരണം പൊസിഷൻ എനർജി വരുന്നത് അവിടെ നിന്ന് എൻ്റെ ഇനിഷ്യൽ പൊസിഷനിലേക്ക് വരുമ്പോൾ എന്താണ്? ഒരു 5% എനർജി ഡിസിപ്പേറ്റ് ആയി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു പൊസിഷനിലേക്ക് എത്തുമ്പോൾ എന്താണ്? പൊട്ടൻഷ്യൽ എനർജി മാറിയിട്ട് ഇവിടെ കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി 0 ആവുകയും കൈനറ്റിക് എനർജി മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പോൾ എന്താ? ഈ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജിയുടെ 95% എന്താണ്? ഇവിടുത്തെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജിയുടെ 95% ആണ്. അതെടുത്തങ്ങ് എഴുതി വെക്കുക. എന്നിട്ട് എന്താ? കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞത് ഹാഫ് എം വി സ്ക്വയർ ഇസ് ഈക്വൽ ടു 95/100 ഇൻറ്റു എം ജി എച്ച് എന്ന് എഴുതാം. ഈ എമ്മും അടിച്ചു പോകും. ജിയുടെ വാല്യൂ നമുക്കറിയാം, 9.8 അറിയാം. ഹൈറ്റ് എത്രയാണ്? ഹൈറ്റ് എന്ന് പറഞ്ഞതാ, കാരണം എന്താ? ഈ പെൻഡുലം ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് നിൽക്കുക 1.5 മീറ്റർ അല്ലേ, അതാണ് അതിൻ്റെ ഹൈറ്റ്. ആ ഹൈറ്റ് അങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിന് വി ഇസ് ഈക്വൽ ടു 5.28 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. ഇതാണ് അതിൻ്റെ ഉത്തരം. കിട്ടിയല്ലോ. സിമ്പിൾ കാര്യമാണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ശരിയാണ്, സ്റ്റെപ്പ് കൂടുതൽ വരുമെന്നേ ഉള്ളൂ. ഈ ഒരു ഞാൻ അറിഞ്ഞിരിക്കേണ്ട കൺസെപ്റ്റ് ഇതാണ്. ഒന്നുകൂടെ പറയാം.
ഇതാണ് അറിഞ്ഞിരിക്കുന്ന കൺസെപ്റ്റ്. ഇങ്ങനെ ഒരു പൊസിഷൻ നിൽക്കുമ്പോൾ അവിടെ പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, mgh ഉണ്ട്, കൈനറ്റിക് എനർജി 0 ആയിരിക്കും. അവിടെ നിന്ന് ട്രാവൽ ചെയ്ത് താഴെ ഒരു ഇനിഷ്യൽ പൊസിഷനിലേക്ക് എത്തുമ്പോൾ എന്താ അവിടെ പൊട്ടൻഷ്യൽ എനർജി 0 ആകുമെന്നും കൈനറ്റിക് എനർജി ½ mv² ആകുമെന്നുള്ള കൺസെപ്റ്റ് അറിഞ്ഞാൽ മാത്രം ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യാണിത്. അടുത്ത ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു ടോറസെല്ലി ലോ പ്രകാരം ഡിഫൈൻ സ്പീഡ് ഓഫ് റിഫ്ലെക്സ് ഓഫ് എ ഫ്ലൂയിഡ്. നമ്മളത് ചവിട്ടി പഠിച്ചാണ്. ഒരു ടാങ്കിൽ നിന്ന് ഇങ്ങനെ ചെയ്യുന്ന റിഫ്ലെക്സ് ചെയ്യുമ്പോൾ ഉള്ള സ്പീഡ് ഇതിന് ഈക്വൽ ആയിരിക്കും. ഇറ്റ് ഇസ് ഈക്വൽ ടു ദ ഫ്രീലി ഫാളിംഗ് ബോഡിയുടെ അതേ മൂവ്മെൻറ്റിന് ഈക്വൽ ആയിരിക്കും. നമ്മൾ പഠിച്ചാണ്, ക്ലാസ്സിൽ പഠിച്ചാണ്. ഓക്കെ, വി ഈസ് ഈക്വൽ ടു √2g. അടുത്ത ക്വസ്റ്റ്യൻ, യൂസിങ് സ്റ്റോക്സ് ലോ അറിയണം. സ്റ്റോക്സ് ലോ തന്നെ ഒരു ജാതി F ഈസ് ഈക്വൽ ടു 6π∗AV. ഇതാണ് സ്റ്റോക്സ് ലോ. ഇതിൻ്റെ ഇക്വേഷൻ ടു ഫൈൻഡ് കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റിയുടെ കോഎഫിഷ്യൻ്റ് എടുക്കുക, ഇക്വേഷൻ ചെയ്യുക. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇതാണ് സ്റ്റോക്സ് ലോ. വാട്ട് ഈസ് സ്റ്റോക്സ് ലോ? സ്റ്റോക്സ് ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റോക്സ് ലോ എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലൂയിഡിലൂടെ ഒരു റൗണ്ട് സർക്കുലർ ബോഡി ഒബ്ജക്റ്റ് മൂവ് ചെയ്യുമ്പോൾ അതിനെതിരെ ഡ്രാഗ് ഫോഴ്സും ആക്ട് ചെയ്യുന്നുള്ള രീതിയിലുള്ള കൺസെപ്റ്റ് പറയുന്നത് സ്റ്റോക്സ് ലോ. സ്റ്റോക്സ് ലോ എന്ന് പറഞ്ഞാൽ F ഈസ് ഈക്വൽ ടു ടോട്ടൽ ഫോഴ്സ് F പ്ലസ് ബോയൻ ഫോഴ്സ് ഈസ് ഈക്വൽ ടു ഡൗൺവേർഡ് mg ഫോഴ്സ്, ഗ്രാവിറ്റേഷൻ ഫോഴ്സ് F ഈസ് ഈക്വൽ ടു mg മൈനസ് b എന്ന് കൊടുക്കാം. ഈ F എന്ന് പറഞ്ഞാൽ സ്റ്റോക്സ് ലോയുടെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്താ 6π∗AV ഈസ് ഈക്വൽ ടു mg മൈനസ് b. അതിൻ്റെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ നമുക്ക് ഈ ഈറ്റയുടെ ഇക്വേഷൻ, ഈ ഈറ്റയാണ് ഇക്വേഷൻ കണ്ടുപിടിക്കേണ്ടത്. ഇതെല്ലാം അറേഞ്ച് ചെയ്ത് ഓർഡർ ആക്കിയിട്ട് ഈറ്റ മാത്രമൊക്കെ എടുക്കണം. ഈറ്റയാണ് കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി. അപ്പോൾ അതെങ്ങനെ നമ്മൾ ഇരുന്നത്? അതേപോലെ നമ്മളിങ്ങനെ ഇരുന്നത് ഈറ്റ ഈസ് ഈക്വൽ ടു 2a² മൈനസ് സിഗ്മ g/9 vt. ഇതിലേക്ക് നമ്മളെത്തും. ഇതാണ് കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റിയുടെ ഇക്വേഷൻ. സ്റ്റോക്സ് ലോ വെച്ച് എഴുതുക. ഇത് ഇച്ചിരി ടഫ് ക്വസ്റ്റ്യൻ, പറ്റുമെങ്കിൽ സ്കിപ്പ് ചെയ്യുക. ഇത് ഈ സംഭവം ചെയ്യണം. സ്റ്റോക്സ് ലോ വെച്ചിട്ട് ഇത് അറിയാമെങ്കിൽ പോലും ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആണ്. സ്റ്റോക്സ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു വലിയ ഇക്വേഷനാണ്. ഡൗട്ട് അടിക്കാം. നമ്മൾ ആ എക്സാം ടെൻഷനിൽ ഇരിക്കുക, നമുക്ക് ഡൗട്ട് വരാവുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ടെൻഷൻ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഇത്രയും വലിയ ചാപ്റ്റർ പഠിച്ചാൽ നമുക്ക് ഒരു ടെൻഷനും നമുക്കൊരു മൊമെൻ്ററി എന്തെങ്കിലും എറർ വരാൻ പറ്റിയൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യുക. മറ്റേ ക്വസ്റ്റ്യൻ ഈസി ആയിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാൻ നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, മിസ്സാക്കാൻ പാടില്ലാത്ത ക്വസ്റ്റ്യൻ. ഇനി പ്രൊജക്ടൈൽ മോഷൻ ദ വെർട്ടിക്കൽ കമ്പൗണ്ട് ഓഫ് ദ വെലോസിറ്റി ആൻഡ് മാക്സിമം ഹൈറ്റ്. ഒരു പ്രൊജക്ടൈൽ മോഷൻ മാക്സിമം ഹൈറ്റിൽ എന്താണ്? ഇതിങ്ങനെ ഇവിടെ ഒരു v sin തീറ്റയും cos തീറ്റയും ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞില്ലേ. sin തീറ്റ cos തീറ്റ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ. v sin തീറ്റയും v cos തീറ്റയും. മാക്സിമം ഹൈറ്റിൽ എന്താ? വെർട്ടിക്കൽ കമ്പോണൻറ്റ് 0 ആയിരിക്കും. v sin തീറ്റ ഈ u sin തീറ്റ 0 ആയിരിക്കും. പഠിച്ചല്ലേ ഇത് 0. മാക്സിമം ഹൈറ്റിൽ വെർട്ടിക്കൽ കമ്പോണൻറ്റ് 0 ആയിരിക്കും. നമ്മൾ പഠിച്ചല്ലേ. മാക്സിമം ഹൈറ്റിൽ വെർട്ടിക്കൽ കമ്പോണൻറ്റ് 0 ആയിരിക്കും. അടുത്ത് ഡിറൈവ് ഇക്വേഷൻ ഫോർ മാക്സിമം ഹൈറ്റ് ആൻഡ് ടൈം ഓഫ് ഫ്ലൈറ്റ്. പ്രൊജക്ടൈൽ മോഷൻ്റെ നമ്മൾ നല്ല രീതി ഡിസ്കസ് ചെയ്ത് പഠിച്ചതാണ്. ടൈം ഓഫ് ഫ്ലൈറ്റ് പഠിച്ചാണ്, മാക്സിമം ഹൈറ്റ് പഠിച്ചാണ്, മാക്സിമം ഓപ്ഷണൽ ഡിസ്റ്റൻസ് നമ്മൾ പഠിച്ചാണ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് ഡെറൈവ് ചെയ്ത് നമുക്ക് നോക്കാം. എന്താണ് ഇപ്പം ഫസ്റ്റ് എന്താ മാക്സിമം ഹൈറ്റിലേക്കുള്ള ഇക്വേഷനാണ് പഠിക്കുന്നത്. മാക്സിമം ഹൈറ്റ് എന്ന് പറഞ്ഞാൽ v² = u² + 2as. അപ്പോൾ നമ്മളെന്താ, ഇതാണ് നമ്മളെ പ്രൊജക്ടൈൽ മോഷൻ. ഹൈറ്റ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പം v² ഇനിഷ്യൽ യുവിലാണ്, വെലോസിറ്റിയിലാണ്, വെസ്റ്റൈൻ ഗ്രാഫാണ്. യുവിൽ ഇപ്പോൾ ഇവിടെ u sin θ 0 ആണ്. ഓക്കെ, വെലോസിറ്റി v². ഫൈനൽ വെലോസിറ്റി എന്താ? ബോഡി ചെന്ന് താഴെ വീണ് വെലോസിറ്റി റെസ്റ്റിലാവുകയാണ് ചെയ്യുന്നത്. v0. u എന്ന് പറഞ്ഞാൽ എന്താ? u cos θ u sin θ നമ്മൾ എടുക്കും. ഹൈറ്റിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. മാക്സിമം ഹൈറ്റ് എന്ന് പറയുമ്പോൾ എന്താ? sin θ സൈൻ കമ്പോണൻറ്റ് നമ്മൾ എടുക്കേണ്ടത്. v² sin² θ = +2g h ഡിസ്പ്ലേസ്മെൻറ്റ് വരെ h എടുക്കും. അപ്പോൾ ഡെറൈവ് h = u² sin² θ 2g. ഇതാണ് ഹൈറ്റ് ഓഫ് പ്രൊജക്ടൈൽ ഇക്വേഷൻ. ഇതിലേക്ക് എത്തണം. എത്ര മാർക്ക്? 3 മാർക്കിൽ 1.5 മാർക്കായി. ഇനി അടുത്ത ടൈം ഓഫ് ഫ്ലൈറ്റ് പഠിക്കുന്നത് എങ്ങനെയാണ്? ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടുന്ന് ഈ കല്ലെറിഞ്ഞ് ഇവിടെ എത്താനുള്ള ടോട്ടൽ സമയമാണ് എന്ത്? ടി. പകുതി സമയത്തിൽ എന്താണ്? മാക്സിമം ഡിസ്റ്റൻസ് എത്തും. ബാക്കി ടൈം എന്താ? മാക്സിമം ഡിസ്റ്റൻസിൽ നിന്ന് ഫാൾ ചെയ്ത് എത്തുന്നൊക്കെ തന്നെ എത്തും. അപ്പോൾ ഈ t + t കൂട്ടുന്നതാണ് എന്ത്?
ക്യാപിറ്റൽ ടി ടോട്ടൽ ടൈം ഓഫ് ഫ്ലൈറ്റ്. ഹാഫ് സമയത്ത് എൻ്റെ മാക്സിമം ഹൈറ്റിലെത്തും, അവിടെ നിന്ന് ഫാൾ ചെയ്ത് താഴെ എത്താൻ വേണ്ടിയുള്ള ബാക്കി സമയം എടുത്തും. ടൈം ഓഫ് ഫ്ലൈറ്റ് എങ്ങനെ വിളിക്കുന്നത്? എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. എന്നിട്ട് എന്താ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് 0 എടുക്കുന്നിട്ട് യു സൈൻ തീറ്റ എടുക്കുമ്പോൾ എന്താ ടി ഈക്വൽ ടു 2u സൈൻ തീറ്റ ബൈ ജി. ഇവിടെ ഈ 2 വന്നത് 2t, ഒരു ടിയുടെ ഇതിൽ നിന്ന് മറ്റൊരു ടിയിലേക്കുള്ളത് ടി പ്ലസ് ടി എന്താ 2t അല്ലേ, ആ ടിയിൽ നിന്നാണ് ഈ 2 വരുന്നത്. ഓക്കെ, ഓർത്തിരിക്കുക. ഓക്കെ, ഡ്രോ ദ വെലോസിറ്റി ഡയഗ്രാഫ് ഓഫ് ഒരു വെർട്ടിക്കൽ മോഷൻ്റെ വെലോസിറ്റി ഡയഗ്രാഫ് വരയ്ക്കുക. എന്താണ് ഇങ്ങനെ ഒരു ഇത് പോവും, പോസിറ്റീവിൽ എങ്ങനെ താഴേക്കല്ലേ മൂവ് ആകുന്നത്, അപ്പോൾ എന്താ നെഗറ്റീവ് ആക്സിലേഷൻ കൊടുത്തിട്ട് ഒരു ഡയഗ്രാം വരയ്ക്കാം. ഇതാണ് എൻ്റെ ഉത്തരം. വെലോസിറ്റി ഡയഗ്രാഫ് എക്സ് ആക്സിസും വൈ ആക്സിസും ഡിനോട്ട് ചെയ്യുക, അതാണ് അതിൻ്റെ മാർക്കിനകത്ത് അര മാർക്ക് വരുന്നത് കേട്ടോ. പിന്നെ ഗ്രാഫിന് ഒരു അര മാർക്ക്. വിത്ത് ഹെൽപ്പിംഗ് ഓഫ് എ ഡയഗ്രാം വർക്കിംഗ് ഓഫ് എ ഹൈഡ്രോളിക് ലിഫ്റ്റിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എക്സ്പ്ലെയിൻ ചെയ്യുക. എന്താണ് ഹൈഡ്രോളിക് ലിഫ്റ്റിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ? പാസ്കൽ ലോ എന്നാണ്. പാസ്കൽ നമുക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യാം, പറയാം. രണ്ടാമത് പിന്നെ എയർ ലിഫ്റ്റ്, കംപ്രസ്ഡ് എയർ നമുക്ക് അതിലേക്ക് വരാം. നമുക്ക് ഹൈഡ്രോളിക് ലിഫ്റ്റ് എന്താണ്? ഹൈഡ്രോളിക് ലിഫ്റ്റ് നമുക്ക് കണ്ടുപോകാം. ഉണ്ടോ ഇങ്ങനെ ഒരു നമ്മൾ വണ്ടിയും കാറൊക്കെ കഴുകാൻ കൊണ്ടുപോകുമ്പോൾ കണ്ടു കാണുമല്ലോ പേരൻസൊക്കെ പോകുമ്പോൾ. എന്താണ് വണ്ടി കഴുകാനൊക്കെ സർവീസിന് കൊണ്ടുപോകുമ്പോൾ വണ്ടി എടുത്തത് ഒരു പൊസിഷനിൽ റൈസ് ചെയ്ത് നിർത്തത്തില്ലേ, ഹൈഡ്രോളിക് ലിഫ്റ്റ് വെച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനൊരു ഇതിൽ ഇവിടുന്ന് വലിയ രീതിയിൽ ഒരു വലിയ പിസ്റ്റൺ ഇവിടെ കാണും, ഇവിടെ കാറ് റൈസായി നിൽക്കും, നിർത്താൻ പറ്റും. എന്താ ഇവിടെ ഒരു പ്രഷർ അപ്ലൈ ചെയ്യുന്നത്, ഇറ്റ് ഈസ് ഈക്വലി ട്രാൻസ്മിറ്റഡ് ടു ഓൾ ഡയറക്ഷൻ എന്നാണ് പാസ്കലോ. when the pressure exerted the one portion of a fluid is equally transmitted to all other direction എന്നുള്ളതാണ് പാസ്കലോ. അപ്പോൾ അത് ഇവിടുന്ന് ഇങ്ങനെ ടച്ച്. അപ്പോൾ എന്താ പി ഈസ് ഇക്വൽ ടു പ്രഷർ ഈസ് ഇക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. P1 ഈസ് ഇക്വൽ ടു F1 ബൈ A1, P2 ഈസ് ഇക്വൽ ടു F2 ബൈ A2. അത് ഇക്വേറ്റ് ചെയ്യുമ്പോൾ F1 ബൈ A1 ഈസ് ഇക്വൽ ടു F2 ബൈ A2 എന്ന് എഴുതാം. അത് F2 ഈസ് ഇക്വൽ ടു F1 ഇൻറ്റു A2 ബൈ A1. ഇതൊക്കെയാണ് ഹൈഡ്രോളിക് ലിഫ്റ്റിൻ്റെ പാസ്കൽ ലോയുടെ ഡെറിവേഷനൊക്കെ. ഇത് കണ്ടൻ്റായിട്ട് എഴുതി വെച്ചാൽ ആ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ കിട്ടും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഒരു കാർ ലിഫ്റ്റിനകത്ത് കംപ്രസീവ് ഫോഴ്സ് എക്സ്റ്റെൻഡ് ചെയ്തത് F1 ആണ്. F1 എന്നുള്ള ഫോഴ്സ് അറ്റൻഡ് ചെയ്ത് ആ പൊക്കിയ പിസ്റ്റൻ്റെ ഡയമീറ്റർ എന്താ, റേഡിയസ് 5 സെൻറ്റിമീറ്റർ ആണ്. എന്തിനാ റേഡിയസ് എന്താ? പ്രഷർ ഈസ് ഫോഴ്സ് ബൈ ഏരിയ അല്ലേ. ഫോഴ്സ് ബൈ ഏരിയ ആണ് എടുക്കുക. എന്തിൻ്റെ ഏരിയ? ഈ പിസ്റ്റൺ സർക്കുലർ ഷേപ്പാണ്. അപ്പോൾ ഏരിയ എന്താണ്? πr². ആ റേഡിയസ് ആണ് 5 സെൻറ്റിമീറ്റർ. ഈ പ്രഷറിൻ്റെ കളിയാണല്ലോ ഇത്. അപ്പോൾ പ്രഷർ ഫോഴ്സ് ബൈ ഏരിയ ആണ്. അപ്പോൾ ഏരിയ ഇത് പൊക്കുന്നത് പിസ്റ്റൺ വെച്ചാണല്ലോ. പിസ്റ്റൺ ഒരു സർക്കുലർ പിസ്റ്റണാണ്. പിസ്റ്റൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? πr. അപ്പോൾ സർക്കുലർ പിസ്റ്റൻ്റെ ഏരിയ എന്താ? πr². ആ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് തരുന്നത്. ഈ 6 ആണ് ഈ 5. ഓക്കെ, പ്രഷർ ഈസ് ട്രാൻസ്മിറ്റഡ് ടു എ സെക്കൻഡ് പിസ്റ്റൺ. അതിൻ്റെ രണ്ടാമത്തെ പിസ്റ്റൻ്റെ ഡയമീറ്റർ റേഡിയസ് 15 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇഫ് ദ മാസ് ഓഫ് ദ എയർ ലിഫ്റ്റഡ്, കാർ ലിഫ്റ്റ് ചെയ്ത് കാറിൻ്റെ വെയിറ്റ് മാസ് എത്താ 1350 കിലോഗ്രാം ആണ്. കാൽക്കുലേറ്റ് F1. പറഞ്ഞാൽ ഈ സൈഡിൽ നിന്ന് ഒരു ഫോഴ്സ് F1 അപ്ലൈ ചെയ്തപ്പോൾ അപ്പുറത്ത് ഇത്ര 1000 ഗ്രാമുള്ള കാറിനെ പൊക്കി. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് അപ്ലൈ ചെയ്ത ഫോഴ്സ് എത്ര എന്ന് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. F1 ബൈ A1 ഇസ് F2 ബൈ A2. സിമ്പിൾസ് കാര്യമാണ്. അതിനകത്ത് ഈ ഏരിയ കണ്ടുപിടിക്കാനാണ് ഈ റേഡിയസ് വന്നിരിക്കുന്നത്. റേഡിയസ് വെച്ച് ഏരിയ കണ്ടുപിടിക്കും. സർക്കുലർ പിസ്റ്റണ് πr² വെച്ച് കണ്ടുപിടിക്കാം. നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, F1 ബൈ മുകളിലോട്ട് എഴുതും. F1 ബൈ A1 ഈസ് ഈക്വൽ ടു F2 ബൈ A2 എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടുന്ന് ഒരു ചെറിയ ഫോഴ്സ് കൊടുത്തപ്പോൾ ഇവിടുന്ന് കാറ് പൊങ്ങി. ഈ കാറിൻ്റെ വെയിറ്റ് എത്ര? 1350 കിലോഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ്. ഇവിടുത്തെ റേഡിയസ് ഈ പിസ്റ്റൻ്റെ ഇവിടെ പിസ്റ്റൺ ഉണ്ട്. ഈ പിസ്റ്റൺ റേഡിയസ് 15 മീറ്ററും ഇപ്പുറത്തെ ഇതിൻ്റെ മീറ്റർ 5 മീറ്ററുണ്ട്. റേഡിയസ് R1ൻ്റെ റേഡിയസ് 5 മീറ്ററുണ്ട്. അപ്പോൾ ഇവിടുത്തെ A1 ഫസ്റ്റ് ഏരിയ ഉണ്ട് πr². π ഇൻറ്റു 5². അത് ചെയ്യുമ്പോൾ ഇവിടുത്തെ ഏരിയ കിട്ടും. അപ്പോൾ ഏരിയ കൊണ്ട് എന്താ? π ഇൻറ്റു 5². സെക്കൻഡ് ഏരിയ എന്താ? π ഇൻറ്റു 15². വലിയ പിസ്റ്റൺ ഉണ്ട്. ഈ ഫോഴ്സ് മറ്റേ ഫോഴ്സ് എത്ര എടുക്കുന്നത്? 2.2. ഇത് നമ്മൾ ചെയ്യുക. ഫോഴ്സ് എന്ന് പറഞ്ഞത് ഈ F എങ്ങനെ എടുക്കും? F ഈസ് ഇക്വൽ ടു ma എന്നല്ലേ. അവിടുത്തെ മാസം എത്ര? 1350. ആക്സിലേഷൻ ഗ്രാവിറ്റി എത്ര? 10. അപ്പോൾ 1350 ഇതായിരുന്നു അവിടുത്തെ ഫോഴ്സ് F1 എടുക്കുന്നത്. ഈ F2 എടുത്ത് ഇവിടെ ഇക്വേഷൻ. ഇപ്പോൾ A1 ആയി, F2 ആയി, A2 ആയി. ഇനി F1 മാത്രം വിളിച്ചത്. F1 എങ്ങനെ പിടിക്കും? F1 ഈസ് ഈക്വൽ ടു F2 ഇൻറ്റു
A1/A2. ഓക്കെ, അത് ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ ഉത്തരം കിട്ടും. ഓക്കെ, സിമ്പിൾ ഇക്വേഷനാണ്, സിമ്പിൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ, ഡിറൈവ് ഇക്വേഷൻ ടു ഫൈൻഡ് ദ മാക്സിമം സ്പീഡ് ഓഫ് എ വെഹിക്കിൾ അറ്റ് എ ലെവൽ സർക്കുലർ റോഡ്. അതല്ലല്ലോ ക്വസ്റ്റ്യൻ, സോറി ഒന്നുകൂടെ. 28ാമത്തെ ക്വസ്റ്റ്യൻ, ഡിറൈവ് ഇക്വേഷൻ ടു ഫൈൻഡ് ദ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ഹൈറ്റ് h ഫ്രം ദ സർഫസ് ഓഫ് എർത്ത്. ഒരു എർത്തിൽ നിന്ന് ഒരു h ഹൈറ്റ് നിൽക്കുമ്പോൾ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എത്രയാണെന്ന് കണ്ടുപിടിക്കേണ്ടത്. അതിൻ്റെ ഇക്വേഷൻ എങ്ങനെ ഡിറൈവ് ചെയ്യുന്നത് നമുക്കറിയാം. G = Gm/r² ആണെന്നറിയാം. അപ്പോൾ ഇത്തിരി ഹൈറ്റിലാണെങ്കിലോ Gm/r+h². ഇത് മക്കളെ ഭൂമിയുടെ സർഫസിലുള്ള ആക്സലേഷൻ ഡ്യൂ ഭൂമിയുടെ സർഫസ് നിൽക്കുകയാണെങ്കിൽ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി Gm/r² ആണ്. ഇനി നമ്മളൊരു വലിയ 10 നിലയുള്ള ബിൽഡിങ്ങിൻ്റെ മണ്ടേ നിൽക്കുകയാണ്. അപ്പോൾ എന്താ ആ റേഡിയസ് ഓഫ് ദ എർത്താണ്. ആ ഒരു പ്ലാനറ്റിൻ്റെ റേഡിയസ് പ്ലസ് ഹൈറ്റോട് കൂട്ടുമ്പോൾ എന്താ ആ ഹൈറ്റിലുള്ള ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കിട്ടും. അത് തമ്മിലുള്ള റേഷ്യോ G/GH വെച്ച റേഷ്യോ കണ്ടുപിടിക്കണം. അത് കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരമാണ് G = 1/2h/r എന്ന് കിട്ടും. ഇതാണ് ആക്സലേഷൻ ഡ്യൂ ടു അറ്റ് ഹൈറ്റ് എന്നുള്ള രീതി കണ്ടുപിടിക്കുക. അത് ചെയ്ത് സിംപ്ലിഫിക്കേഷൻ ചെയ്യുക. G = Gm/r² ആണ്. സർഫസ് ഓഫ് ദി എർത്ത് നിൽക്കുമ്പോൾ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഒരു ഹൈറ്റിലേക്ക് വരുമ്പോൾ എന്താ ഈ Gr+h കൂടെ വരും, Gm/r+h² എന്ന് വരും. അത് വെച്ചിട്ട് റേഷ്യോ കണ്ടുപിടിച്ചിട്ട് ഉത്തരം കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ജിയുടെ വാല്യൂ കിട്ടും. അതാണ് ഒരു ക്വസ്റ്റ്യൻ. 3 മാർക്ക് ഡെറിവേഷനാണ് സിമ്പിൾ ചെയ്യുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സാറ്റേൺ ഇയർ ഈസ് 29.5 ടൈംസ് ദ എർത്ത് ഇയർ. എർത്തിൽ ഒരു വർഷത്തിനേക്കാൾ 22.5 ടൈംസ് ആണ്. എന്നാണ് എർത്ത് 365 ദിവസമാണെങ്കിൽ 365 × 29.5 ആണ് അവിടുത്തെ ഒരു വർഷത്തെ ദിവസങ്ങൾ. ഹൗ ഫാർ ഈസ് എ സാറ്റേൺ ഫ്രം ദ സൺ ഇഫ് ദ എർത്ത് ഈസ് 1.5 × 10³ കിലോമീറ്റർ അവേ ഫ്രം ദ എർത്ത്. സാറ്റേൺ ഭൂമിയിൽ നിന്ന് എത്ര ദൂരത്തിലാണ്? എർത്ത് 1.5 × 10³ കിലോമീറ്റർ എവേ ആണെങ്കിൽ സാറ്റേൺ സൂര്യനിൽ നിന്ന് എത്ര ദൂരത്തിലേക്കാണ്? ഈ റോൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ കെപ്ലർസ് തേർഡ് ലോ ഓഫ് പ്ലാനറ്ററി മോഷൻ ആണ്. തേർഡ് ലോ ആണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഇക്വേഷനകത്ത് ഒരു വലിയൊരു ഇക്വേഷൻ ഉണ്ട്. ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് ഇത് സോൾവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതെന്താ T² അതായത് r³ അത് മാത്രം നോക്കിയാൽ മതി. ഈ ഇതാണ് ഇക്വേഷൻ. കെപ്ലർ തേർഡ് ലോ ഓഫ് പ്ലാനറ്ററി ലോ ഓഫ് മോഷൻ വെച്ചാണ് ചെയ്യേണ്ടത്. T² r³ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ രീതി മാത്രം എഴുതിയാൽ മാത്രം മതി. അപ്പോൾ T എന്താണ്? Tക്കകത്ത് എന്തൊക്കെ വരാം? T² ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ r³. അതിനകത്ത് സാറ്റേണിൻ്റെ ടൈം ഇപ്പോൾ T Saturn/T എർത്ത് ദ ഹോൾ സ്ക്വയർ പോർഷൻ ടു റേഡിയസ് ഓഫ് സാറ്റേൺ ബൈ റേഡിയസ് ഓഫ് എർത്ത് ദ ഹോൾ സ്ക്വയർ. ഇതിനകത്ത് കറസ്പോണ്ടിങ് അകത്ത് ഇതിൻ്റെ വാല്യൂസ് ഇട്ട് കൊടുക്കുക. ചെയ്യുമ്പോൾ എന്ത് കിട്ടും? സാറ്റേണിൻ്റെ ഫോഴ്സിൻ്റെ സാറ്റേൺ എത്ര ദൂരത്താണ് എർത്തിൽ നിന്ന് ഇടിക്കുന്നത് എന്നുള്ള രീതി കിട്ടും. ആ ഒരു ഡിസ്റ്റൻസ് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കിടക്കുവാണ്. നോക്കാം. 21ാമത്തെ ക്വസ്റ്റ്യൻ, ഡെറൈവ് ആൻ ഇക്വേഷൻ ടു ഫൈൻഡ് ദ മാക്സിമം സ്പീഡ് ഓഫ് വെഹിക്കിൾ ഇൻ എ ലെവൽ സർക്കുലർ റോഡ്. ഒരു ലെവൽ സർക്കുലർ റോഡിലുള്ള ഇക്വേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളത് ഇത് നമ്മൾ ഗ്യാനി പഠിച്ച ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ചെയ്ത് പഠിച്ച ക്വസ്റ്റ്യൻ ആണ്. നല്ല രീതിയിൽ വരച്ചും ചെയ്ത് പഠിച്ച ക്വസ്റ്റ്യൻ. നമുക്കത് നോക്കാം. ഇപ്പോൾ ലെവൽ സർക്കിൾ റോഡ് എന്ന് പറയുമ്പോൾ എന്താ ഒരു ഡയഗ്രാം വരയ്ക്കുന്നത് മസ്റ്റാണ്. അപ്പോൾ ലെവൽ സർക്കുലർ റോഡ് വരയ്ക്കുമ്പോൾ എന്താ ഒരു സർക്കുലർ റോഡ് വരും. ഇവിടെ കാറ് നിൽക്കുന്നു. ഇങ്ങനെ കാർ ഇവിടെ നിൽപ്പുണ്ട്. കാറുണ്ട്. താഴേക്ക് എന്താണ് mg ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. മുകളിലേക്ക് റിയാക്ഷൻ ഫോഴ്സ് ഉണ്ട്, ഉണ്ട്. ഇവിടുന്ന് ഇങ്ങോട്ടൊരു സെൻട്രിപിറ്റൽ ആക്സലേഷൻ ഉണ്ട്. ഇവിടുന്ന് ഒരു ആംഗിൾ വരും. ആ രീതിയിലുള്ള ഡയഗ്രാം വരയ്ക്കുക. അപ്പോൾ ഇതിനകത്ത് എന്താണ് ആലോചിക്കേണ്ടത്? വെയിറ്റ്, താഴേക്കുള്ള വെയിറ്റ് എന്താണ്? mg ആണ് ആക്ട് ചെയ്യുന്നത്. റിയാക്ഷൻ ഫോഴ്സ് n ഉണ്ട്. സെൻട്രിപിറ്റൽ ആക്സലേഷൻ ഇവിടെ ആണെങ്കിൽ യൂണിഫോം സർക്കുലർ മോഷനിൽ സർക്കുലർ മൂവ്മെൻറ്റിലേക്ക് നടക്കുമ്പോൾ ആ ഒരു സെൻട്രിപിറ്റൽ ആക്സലേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന നോർമൽ റിയാക്ഷൻ ഫോഴ്സ് അല്ല ഇവിടെ നൽകുന്നത്. എന്താ സെൻട്രിപിറ്റൽ ആക്സലേഷൻ നൽകുന്നത് ഫ്രിക്ഷനാണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രിക്ഷൻ സെൻട്രിപിറ്റൽ ആക്സലേഷൻ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ mv²/r ആണെന്ന് നമുക്കറിയാം. μs/n. ഒന്നുകൂടെ പറയാം. ഇങ്ങനൊരു സർക്കുലർ ലെവലിലൂടെ കാറ് മൂവ് ചെയ്യുമ്പോൾ അവിടെ അഡിക്വേറ്റ് ഉള്ള സെൻട്രിപിറ്റൽ ആക്സലേഷൻ കൊടുക്കുന്നത് ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്. ഫ്രിക്ഷനാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആ സെൻട്രിപിറ്റൽ ആക്സലേഷൻ ഇക്വേഷൻ എന്താ? mv²/r μs/n. ഇതെന്താ? സെൻട്രിപിറ്റൽ ആക്സലേഷൻ ആണിത്. ഇതാണ് സെൻട്രിപിറ്റൽ ആക്സലേഷൻ.
ഇത് ഫ്രിക്ഷൻ. പറഞ്ഞു, ഒരു ലെവൽ റോഡിൽ കാറ് വളഞ്ഞ് പോകുമ്പോൾ അഡിക്വേറ്റുള്ള സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ കൊടുക്കുന്നത് അവിടുത്തെ ഫ്രിക്ഷനാണ്. ഫ്രിക്ഷൻ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഇക്വൽ മ്യൂ എൻ എന്ന് പറയുന്നത്. എൻ എന്ന് പറഞ്ഞാൽ എന്താ, നോർമൽ റിലേഷൻ ഫോഴ്സ്. അതാണ് എഴുതിയേക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് എന്താ കിട്ടും, വി സ്ക്വയർ ഇസ്ക്വൽ ടു മ്യൂ ആർ ജി എന്ന് കിട്ടും. മ്യൂസ് ഉണ്ട്, അപ്പം എന്താ വി ഇസ്ക്വൽ ടു റൂട്ട് ഓഫ് മ്യൂ ആർ ജി എന്ന് എഴുതാൻ പറ്റും. ഇതാണ് എന്ത്, സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ അല്ലെങ്കിൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ, ലെവൽ റോഡിലുള്ള കാറിൻ്റെ ഇക്വേഷൻ നമുക്ക് ഡെറൈവ് ചെയ്യുന്നത്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് സർക്കുലർ ലെവൽ റോഡിലുള്ള വെലോസിറ്റിയുടെ ഇക്വേഷൻ. സിമ്പിളായിട്ട് ആ ക്വസ്റ്റ്യൻ എഴുതി വെക്കുക, കിട്ടും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്നുള്ള എയർക്രാഫ്റ്റ്, ഒരു എയർക്രാഫ്റ്റിന് എക്സിക്യൂട്ട്സ് ഹൊറിസോണ്ടൽ ലൂപ്പിൻ്റെ സ്പീഡ് വി ഫസ്റ്റ് വി 720 കിലോമീറ്റർ, ഫസ്റ്റ് 720 കിലോമീറ്റർ പെർ അവർ വിത്ത് സ്വിങ്. അത് കിലോമീറ്റർ പെർ അവറിലാണ്, അത് മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കാണ്ട് ഒരു കൺവേർഷൻ വരാം. അതൊന്ന് നമ്മൾ ഹെഡ്സപ്പ് ആണ്, നിൽക്കട്ടെ. അറ്റ് ആൻ ആംഗിൾ ബാങ്ക് തീറ്റ ഇസിക്വൽ ടു 15 ഡിഗ്രി. വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദ ലൂപ്പ്? അങ്ങനെ എന്തെങ്കിലും ലൂപ്പിൻ്റെ റേഡിയസ് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. സിമ്പിൾ ഇക്വേഷൻ, നമ്മൾ ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. രണ്ട് കാര്യം ശ്രദ്ധിക്കണം. 2 മാർക്കിൻ്റെ ഒരു ചെറിയ ടെസ്റ്റ് ഉള്ളതെന്ന് വെച്ചാൽ ആ കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണം. 720 ചെറിയ ടെസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ആ കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്കാണ്. അപ്പോൾ 720 കിലോമീറ്റർ പെർ അവർ ഇനി മീറ്റർ പെർ സെക്കൻഡിലേക്ക് എന്താ, 720 കിലോമീറ്റർ പെർ അവർ ഇൻറ്റു 5/8 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ 200 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. ഇത് കിട്ടിയല്ലോ. ഇനി നമ്മളതിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇതിനകത്ത് ഇക്വേഷനിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇക്വേഷനിൽ മാത്രം ഇട്ട് കൊടുത്താൽ മാത്രം മതി. ഇക്വേഷൻ എന്താ, വി ഇസ്ക്വൽ ടു റൂട്ട് ഓഫ് ആർ ജി ടാൻ തീറ്റ. അപ്പോൾ എന്താ, ആർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഈ റൂട്ട് ഓഫ് വി സ്ക്വയർ ആയി റൂട്ട് ഓഫ് വി സ്ക്വയർ ജി ടാൻ തീറ്റ. അപ്പോൾ എന്താ ഇക്വേഷൻ, വിയുടെ ഇക്വേഷൻ നമ്മൾ കിലോമീറ്റർ പെർ അവറിന് 200 മീറ്റർ പെർ സെക്കൻഡായി. ആർ ജി നമ്മളതിലുണ്ട്, ടാൻ തീറ്റ 15 ഡിഗ്രി നമ്മളതിലുണ്ട്. കിട്ടുമ്പോൾ എത്ര എണ്ണം, 14.93 കിലോമീറ്റർ എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ക്രിസ്മസ് എക്സാം സെക്കൻഡ് ടൈമിൽ +1 ക്വസ്റ്റ്യൻ പേപ്പർ നല്ല രീതിയിൽ അനലൈസ് ചെയ്തു. ഇതിനപ്പുറം ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ഇതിൽ നിന്ന് എടുക്കേണ്ട കുറച്ച് ഹെഡ്സപ്പ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, വെലോസിറ്റി ഡയഗ്രാഫ്, ആക്സിലറേഷൻ ഡയഗ്രാഫ്, ആ ഗ്രാഫിൻ്റെ പോർഷൻ ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ, അതും സസ്റ്റെയിൻ ചാപ്റ്റേഴ്സ് മസ്റ്റായിട്ട് ഒരു ചോദ്യം പോലും വിടരുത്. ഇപ്പോൾ ടഫായിട്ട് സ്റ്റോക്സ് ലോ ഉള്ള ക്വസ്റ്റ്യൻസ് നിന്ന് വരുമ്പോൾ എപ്പോഴും ആൾട്ടർനേറ്റീവുള്ള ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക. ടൈം കൺസ്യൂമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അത് അടുത്ത ക്വസ്റ്റ്യൻ വേറെ ആൾട്ടർനേറ്റീവ് കണ്ടുപിടിക്കാൻ നോക്കുക. അങ്ങനത്തെ കുറേ കൺസെപ്റ്റൊക്കെ നമ്മൾ കൂടെ തന്നെ പറഞ്ഞു പോയിട്ടുണ്ട്. എല്ലാവർക്കും നന്നായി മനസ്സിലായെന്ന് വിചാരിക്കുന്നുണ്ട്. എല്ലാവരും നന്നായിട്ട് ഫൈനൽ എക്സാം നല്ല രീതിയിൽ ഇതിൽ നിന്നുള്ള തെറ്റ് മനസ്സിലാക്കിയിട്ട് നല്ല രീതിയിൽ അറ്റംപ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റട്ടെ എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നന്നായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ്. നമുക്ക് പിന്നെ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.